കിട്ടി മോളെ. ക്യാമറ ഓഫ്. പഠിപ്പിക്കുന്നല്ല ഈ ഷെയർ സ്ക്രീൻ ചെയ്യുന്നത്. ആരാണ് ഷെയർ സ്ക്രീൻ? ഫോട്ടോ വേറെ എന്തൊക്കെയാ പറയുന്നത് കേൾക്കുന്നുണ്ട്. അല്ല മറ്റേ എന്തോ സ്കൂളാണത്. അല്ല 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 കേൾക്കുന്നുണ്ട്. അല്ല ആൾക്കാർ ഇത് എടുക്കുന്നവരൊക്കെ ആൾക്കാർ എടുക്കുന്നു. സൈഫ് മാഷെ ഒന്ന് എല്ലാവരെയും മ്യൂട്ട് ചെയ്യോ? തുടങ്ങിയിട്ടില്ല. എല്ലാവരും മ്യൂട്ട് ചെയ്യാനാണ്. ഇതിനകത്ത് രാജീവ് മൂന്നാമത്തെ രാജീവാണ്.
എല്ലാരും മ്യൂട്ട് ചെയ്യാൻ പറയുന്നു. എന്റെ നമസ്കാരം. എല്ലാവർക്കും പോസ്റ്റ്പോസിലേക്ക് സ്വാഗതം. പോസ്റ്റ്പോസ് നമുക്കറിയാം, പോസിറ്റിവിറ്റിയെയും അതുപോലെ തന്നെ സാധ്യതകളെയും കുറിച്ചുള്ള അന്വേഷണമാണ്. പോസ്റ്റ്പോസിലെ ആദ്യത്തെ പോസ്റ്റ് POS എന്നുള്ളത് പോസിറ്റിവിറ്റിയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. രണ്ടാമത്തെ ഭാഗം POSS എന്ന് പറയുന്നത് സാധ്യതകളെ, പോസിബിലിറ്റീസിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പോസ്റ്റ്പോസ് എന്ന ഈ സീരീസ് നമ്മൾ കുറച്ചു കാലമായി മിഷൻ ബെറ്റർ ടുമോറോന്റെ ഫേസ്ബുക്ക് പേജിൽ ആരംഭിച്ചിട്ട് അതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ പ്രഗത്ഭരായിട്ടുള്ള സ്പീക്കേഴ്സ് സാധ്യതകളെ കുറിച്ചും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള മനോഭാവത്തെ കുറിച്ചും ഒക്കെ സംസാരിക്കാറുണ്ടായിരുന്നു. അതിന്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. രണ്ടാം ഘട്ടത്തില് നമ്മൾ വിചാരിക്കുന്നത് ഒരു ഇന്ററാക്റ്റീവ് സീരീസ് ആണ്. ഇന്നത്തെ രണ്ടാം ഘട്ടത്തിലെ ആദ്യത്തെ ഇന്ററാക്റ്റീവ് സീരീസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇന്നത്തെ വിഷയം സമയമാണ്. സമയത്തെ കുറിച്ചിട്ടുള്ള ബോധവും അതുപോലെ തന്നെ എഫക്റ്റീവായിട്ട് എങ്ങനെ ഫലപ്രദമായിട്ട് സമയം നമ്മൾ ചെലവഴിക്കണം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ചർച്ച. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീ പി വിജയൻ IPS, അതുപോലെ തന്നെ ശ്രീ വിശ്വനാഥ് IPS തുടങ്ങിയവരാണ്. ഈ സീരീസ് ഒരേ സമയം സൂമിലും അതുപോലെ തന്നെ ഒരു 100ഓളം ആളുകൾ സൂമിൽ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് ലൈവ് ആയിക്കൊണ്ട് മിഷൻ ബെറ്റർ ടുമോറോന്റെ ഫേസ്ബുക്ക് പേജിലും വീക്ഷിക്കാൻ സാധിക്കും. ഇതിന്റെ ഒരു ഘടന, ആദ്യത്തെ 2 സ്പീക്കേഴ്സും സംസാരിച്ചതിന് ശേഷം സ്പീക്കേഴ്സിനെ ശ്രീ രഞ്ജിത്ത് വാര്യർ പരിചയപ്പെടുത്തിയതിനു ശേഷം 2 സ്പീക്കേഴ്സും 15 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം ഇതിനെക്കുറിച്ച് നടത്തും. അതിനുശേഷം പങ്കെടുക്കുന്ന ഓഡിയൻസിന് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ സംശയങ്ങൾ, നിങ്ങളുടെ കമന്റ്സ് നിങ്ങൾക്ക് സൂമിൽ പങ്കെടുക്കുന്നവരാണെങ്കിൽ സൂമിന്റെ ചാറ്റ് ബോക്സിൽ ഇടാം. ഫേസ്ബുക്ക് പേജിൽ പങ്കെടുക്കുന്ന ആളുകളാണെങ്കിൽ ഫേസ്ബുക്ക് പേജിന്റെ കമന്റ്സിലും നിങ്ങളുടെ ക്വറീസും നിങ്ങളുടെ കമന്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ സംശയങ്ങളും ഒക്കെ പിന്നെ കമന്റിൽ പോസ്റ്റ് ചെയ്യാം. കഴിയുന്നത്ര സംശയങ്ങൾക്ക് നമ്മുടെ സ്പീക്കേഴ്സ് പ്രതികരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ 2 സ്പീക്കേഴ്സിനെയും പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രീ രഞ്ജിത്ത് വാര്യർ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. അതുപോലെ തന്നെ നന്മ ഫൗണ്ടേഷന്റെ കൊച്ചിയുടെ സെക്രട്ടറി കൂടിയാണ്. അപ്പൊ അദ്ദേഹം ഈ 2 സ്പീക്കേഴ്സിനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു. വെരി ഗുഡ് ഈവനിങ് ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ടൈം ഈസ് യുവർ മോസ്റ്റ് വാല്യുബിൾ ആൻഡ് സ്കാർസസ്റ്റ് റിസോഴ്സ് എന്ന് ശ്രീ മിസ്റ്റർ കെവിൻ ക്രൂസ്, ഒരു ബ്രിട്ടീഷ് ഓത്തറാണ് അദ്ദേഹം. സോ ഹി സെഡ്, സമയമാണ് ഏറ്റവും അമൂല്യമായിട്ടും അറ്റ് ദ സെയിം ടൈം ഏറ്റവും കുറവുമായിട്ടുള്ള ഒരു വസ്തു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്കിൽ വളരെ റെലവെന്റ് ആയിട്ട് ഇന്ന് നമ്മുടെ കൂടെ ഈ ടോപ്പിക്കിൽ തോട്ട്സ് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ എത്തിച്ചേർന്നിരിക്കുന്ന 2 പാനലിസ്റ്റുകൾ ഓൾറെഡി സേഫ് പറഞ്ഞു. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ഒരു കർത്തവ്യമാണ് എൻ്റെ അടുത്തുള്ളത്. ശ്രീ പി വിജയൻ IPS അവരുടെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വിജയൻ സാർ, നമ്മുടെ പലപ്പോഴും ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെയും, എൻ്റെയും എല്ലാവരുടെയും ഒരു ബ്രദർ ഫിഗർ, ഒരു ഫ്രണ്ട്, ഒരു എന്താ പറയാ മെന്റർ, ഫിലോസഫർ, ഗൈഡ് എന്നൊക്കെ
വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ കോസസിൽ എത്രത്തോളം മനസ്സുകൊണ്ട് ഹാർട്ട് കൊണ്ട് ഇൻവോൾവ് ആണെന്നും സോഷ്യൽ കോസസ് നമ്മുടെ സാമൂഹ്യത്തിൽ നടക്കുന്ന ഓരോ പ്രതിബന്ധത കാര്യങ്ങൾക്കും അദ്ദേഹം എത്രത്തോളം ഇൻവോൾവ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്ന ഈ ഇന്നത്തെ പാനലിസ്റ്റ് ഈ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന വാക്കിൽ തീർച്ചയായിട്ടും അതിൽ PhD എന്നൊരു വാക്ക് എടുക്കാമെങ്കിൽ, ഒരു ക്വാളിഫിക്കേഷൻ എടുക്കാമെങ്കിൽ അതിന് പറ്റിയ വിന്നേഴ്സ് ആണ് അവർ. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറയാം. ശ്രീ P. വിജയൻ IPS അവർ നമുക്ക് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ പദവി ഇറ്റ് ഡിമാൻഡ്സ് എ ലോട്ട് ഓഫ് ഹിസ് ടൈം ഫോർ ഹിസ് വർക്ക് അല്ലെ. അദ്ദേഹത്തിന്റെ IG എന്നുള്ള പദവിയിൽ, അദ്ദേഹം കേരള സ്റ്റേറ്റ് പോലീസിന്റെ IG എന്നുള്ള പദവിയിൽ അദ്ദേഹത്തിന് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ഹിസ് ടൈം. In spite of all that, അതെല്ലാം ഉപരി the time that he involves in all the social causes, that is important. It is truly appreciable. അതിന്റെ എല്ലാം it is not just about involving, അതിന്റെ എല്ലാം റിസൾട്ട് ഓറിയന്റഡ് ആയിട്ട് അദ്ദേഹം ഡ്രൈവ് ചെയ്യാന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെയൊക്കെ ലൈവ് എക്സാമ്പിൾ ആണ് അദ്ദേഹത്തിന് 2014 CNN IBN ഇന്ത്യൻ ഓഫ് ദ ഇയർ എന്ന് പറയുന്ന അവാർഡ്, എത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള അവാർഡ് അദ്ദേഹത്തിനെ തേടി വരുന്നതും 2019 പ്രൈം മിനിസ്റ്റർ ശ്രീ നരേന്ദ്രമോദിജി അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന പുണ്യം പൂങ്കാവനം എന്നുള്ള പ്രൊജക്റ്റിലും. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹി ഈസ് ദി ചീഫ് ആർക്കിടെക്ട് അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് all these organizations like Mission Better Tomorrow, ORC, നന്മ, പുണ്യം പൂങ്കാവനം, നിരവധി. അതുകൊണ്ട് തന്നെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ടൈം മാനേജ് ചെയ്യുക അറ്റ് വർക്ക്, അറ്റ് സോഷ്യൽ കോസസ്, വിത്ത് ഫാമിലി, പ്രോബബ്ലി വി വിൽ നോട്ട് ഗെറ്റ് എനിവൺ ബെറ്റർ ദൻ ദിസ്. അതുകൊണ്ട് തന്നെ ശ്രീ വിജയൻ സർ ഇന്നത്തെ ഇനോഗ്രൽ സെഷൻ, ഒരു സെക്കൻഡ് സീരീസിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ഇനോഗ്രൽ സെഷന് താങ്കൾ തന്നെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് ഞാൻ സർ എപ്പോഴും പറയാറുള്ള ഒരു വാക്യം ഞാൻ ഓർക്കുകയാണ്, leaders are not the people who wants others to follow, but leaders are the ones who create other leaders. Sir, thank you so much. We welcome you wholeheartedly, sir, ഇന്നത്തെ സെഷനിലേക്ക്. Thank you so much, sir. അതുപോലെ തന്നെ നമുക്ക് ഇന്ന് രണ്ടാമത്തെ പാനലിസ്റ്റ് ആയിട്ട് ഉള്ളത് ശ്രീ R. വിശ്വനാഥ് IPS, തൃശൂർ റൂറൽ SP. എനിക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിനെ വിശ്വൻ എന്ന് വിളിക്കാനുള്ള ഒരു പേഴ്സണൽ ഫ്രീഡോ പ്രൈവസി ഉണ്ടെന്ന് തന്നെ കരുതാം. 2014 ശ്രീ വിശ്വനാഥ് IPS കേരള IPS കാഡർ IPS പദവിയിലേക്ക് കയറുകയും 2012 ചിലപ്പോൾ ഒരു പക്ഷേ 2012 അദ്ദേഹം ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റും കൂടെയാണ്. 2011 എനിക്കൊരു പക്ഷെ അദ്ദേഹത്തിനോട് 2012 മെയിൽ ഞങ്ങൾ ഒരേ ബാച്ചിൽ ക്വാളിഫൈ ചെയ്യാനുള്ള ഒരു യോഗവും ഭാഗ്യവും കൂടെ ഉണ്ടായി. 2012 എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഒരു 22-23 വയസ്സിൽ അദ്ദേഹം ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എല്ലാ CA എക്സാംസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്വാളിഫൈ ചെയ്യുകയും 2016 IPS ചെയ്യുകയും ഇപ്പൊ പ്രോബബ്ലി ഒരു 30-31 വയസ്സ് എന്റെ കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ ഹി ഈസ് നൗ ദി റൂറൽ SP ഓഫ് തൃശൂർ. അതുകൊണ്ട് തന്നെ ഈ എഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ് ചെയ്യുക, ഞാൻ പറയുന്നത് ഈ കാലയളവിൽ ഈ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഈ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു പൊസിഷൻ, it actually shows how effectively and productively he can manage time. So very happy to have both of you all. Sir, രണ്ടുപേർക്കും ഹാർദവമായ പോസ്റ്റേഴ്സിലേക്ക് ഓവർ ടു വിജയൻ സർ. താങ്ക് യു സോ മച്ച്. രഞ്ജിത് ജി, വിജയൻ സാർ പിന്നെ കേറാൻ ഒരു 2 മിനിറ്റ് സമയം എടുക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ സാർ ഇപ്പൊ പറഞ്ഞൊരു കാര്യം നമുക്ക് വിശ്വനാഥ് സാർ സംസാരിച്ച് തുടങ്ങാം, അതിന് ഇടയിൽ സാർ വരും. വിശ്വനാഥ് സാർ, ഓവർ ടു യു. കേൾക്കുന്നുണ്ടോ? ഞാൻ ഓഡിബിൾ ആണോ? കേൾക്കാവോ തന്നെ? കേൾക്കാം. ഓക്കെ, ഇതിലിപ്പം ഒത്തിരി പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഗുഡ് ഈവനിങ് എവ്രിവൺ. എൻ്റെ പേര് വിശ്വനാഥ് എന്നാണ്. ഞാൻ 2016 ബാച്ച് IPS ഓഫീസറാണ്. കേരള കാഡറിൽ വന്ന് ഇപ്പൊ തൃശ്ശൂർ റൂറൽ SP ചാർജ് വഹിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഇതിന് മുന്നത്തെ ഒരു ചെറിയ അച്ചീവ്മെന്റ് ഞാൻ
ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ബൈ പ്രൊഫഷൻ. അത് 2012 ചാർട്ടേഡ് അക്കൗണ്ടൻസി കഴിഞ്ഞതിന് ശേഷം 2 വർഷം ഞാൻ KPMG എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി ഫേമിൽ ജോലി ചെയ്തതിന് ശേഷമാണ് സിവിൽ സർവീസ് എഴുതുന്നതും പിന്നെ ഇതിലോട്ട് വരുന്നത്. ആക്ച്വലി നമ്മുടെ എനിക്ക് ഇന്നുള്ള ഓഡിയൻസിന്റെ ഏതെല്ലാം കാറ്റഗറിയിൽ നിന്നും ഏതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരാണ്, അതിൽ ഏത് ഏജ് ബാരിയറിലുള്ളവരാണ് എന്നുള്ളതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമുക്ക് അതിൻ്റെതായ പരിധികളുണ്ട്, കണ്ട് മനസ്സിലാക്കാനും പറ്റുന്നില്ല. ബട്ട് ഓവറോൾ ഞാൻ മനസ്സിലാക്കുന്നത് ടൈം മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു പോസിറ്റിവിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കുറെ മനസ്സുകളാണ് ഈ കൂട്ടത്തിനകത്ത് വന്നിരിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സോ ആക്ച്വലി ടൈം മാനേജ്മെന്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ച് ഗഹനമായിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി അത് നിങ്ങളോട് 15 നിമിഷത്തിൽ പറയാൻ അതല്ല എന്റെ പർപ്പസ്. അല്ലെങ്കിൽ ഞാൻ പേഴ്സണലി ഒരിക്കലും അതിനകത്ത് അങ്ങനെ ഒരു കാര്യം ആർക്കെങ്കിലും രജിസ്റ്റർ ആവുമെന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ടോപ്പിക്കിൽ നിന്ന് സ്ലൈറ്റ് ആയിട്ട് വ്യതിചലിച്ചു എന്ന് കുറെ പേർക്ക് എന്തെങ്കിലും തോന്നിയേക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് സമയം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സമയം എങ്ങനെ ഉപയോഗിക്കണം? രാവിലെ പണ്ടൊക്കെ നമ്മൾക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എല്ലാ വ്യക്തികൾക്കും തോന്നുന്ന ചോദ്യങ്ങളാണ്, എങ്ങനെയാണ് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് റിസൾട്ടുകൾ ഉണ്ടാക്കുക, സമയം എന്നുള്ളത് ഏത് രീതിയിൽ കൂട്ടാൻ പറ്റും, എഫക്റ്റീവ് സമയം എങ്ങനെ എടുക്കാൻ പറ്റും, കൂടുതൽ നേരത്തെ എഴുന്നേക്കാം, മറ്റു കാര്യങ്ങളിൽ എന്താ പറയാ പ്രൊഡക്ടിവിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ യൂട്ടിലിറ്റി ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് മൂവ് ചെയ്ത് പോവുക, അങ്ങനെയുള്ള ഒരുപാട് ജനറൽ ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയാവുന്ന കാര്യങ്ങൾ എനിക്ക് വീണ്ടും നിങ്ങളോട് പറയാം. പക്ഷെ അതെല്ലാം നിങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാരും നിങ്ങൾ പോയിട്ടുള്ള മോട്ടിവേഷണൽ ക്ലാസ്സുകളിലുള്ള സാറുമാരും SPCയിൽ വരുന്നവരും എല്ലാവരും പറഞ്ഞു തന്നിരിക്കുന്ന കാര്യമാണ്. അതിനകത്ത് പുത്തനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. എനിക്കും പുത്തനായിട്ടൊന്നും നിങ്ങളോട് പറയാനില്ല. പക്ഷെ 1-2 കാര്യങ്ങൾ എനിക്ക് ഊന്നി പറയാനുള്ളതുണ്ട്. നമ്മള് ഒരു റിലേറ്റീവ്ലി യങ്ങർ ജനറേഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. സമയം എന്നുള്ളത് ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള സ്വത്താണ്. അതായത് എന്റെ സമയം എന്റേതാണെന്നുള്ളതാണ് വെപ്പ്. എല്ലാവരുടെയും കാഴ്ചപ്പാടിൽ സ്വന്തം സമയം സ്വന്തം തന്നെയാണ്. അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതും സ്വന്തം തീരുമാനം. ഇതാണ് പൊതുധാരണ, എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഒരു വസ്തുത അതാണ്. എന്റെ തന്നെ ഈ എളിയ അച്ചീവ്മെന്റ്സ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, സമയം എന്നുള്ളത് നമ്മളുടെ മാത്രം ഓണർഷിപ്പിലുള്ള ഒരു കാര്യമല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മളുടെ മാത്രം ഓണർഷിപ്പിലുള്ള ഒരു കാര്യമല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. 2, സമയത്തിന്റെ യൂട്ടിലൈസേഷനും അതും എന്റെ മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങേണ്ട കാര്യമല്ല എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. ഞാൻ കുറച്ചുകൂടി ലളിതമാക്കി പറയാം. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളൊരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കണം. അതെങ്ങനെ പ്രയത്നിക്കണം എന്നുള്ളതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മളത് ചെയ്യും, നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യും. പക്ഷെ പല സമയത്തും അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ മിസ് ഔട്ട് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ് ടൈം ഫോർ റിലേഷൻഷിപ്സ്. ഇപ്പം ചെറുപ്രായക്കാരായിട്ടുള്ള നിങ്ങൾക്ക് ഒരുപക്ഷെ അതിന് എത്രത്തോളം അതിന്റെ വ്യാപ്തി മനസ്സിലാവും എന്നുള്ളത് എനിക്കറിയില്ല. എന്നാലും ഞാൻ പറയുന്നത് അതിന്റെ സെൻസിൽ എടുക്കുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ പറയുന്നു. ഒരിക്കലും ഒരു മെഷീൻ മോഡൽ അല്ല മനുഷ്യന്റെ പ്രയത്നങ്ങളും അതിന്റെ റിസൾട്ട് ഓറിയന്റഡ് ആയിട്ടുള്ളത്. ക്വാളിറ്റി ഫാമിലി ടൈം, അതായത് നമ്മള് പാരന്റ്സിനോടും നമ്മളുടെ ഫ്രണ്ട്സിനോടും പ്രത്യേകിച്ച് പാരന്റ്സിനോടും എത്രത്തോളം നമുക്കുള്ള റിലേഷൻഷിപ്സ് അതിനകത്തേക്ക് നമുക്ക് നമ്മുടെ സമയം അലോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നു, അത്രത്തോളം നമ്മളുടെ സക്സസിന് നമ്മൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിനത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ അതിനെ വളരെ പോസിറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്ന ഒരു തത്വം. ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ പേഴ്സണൽ കാര്യം, ഞാൻ 2 വർഷം ചെന്നൈ തമിഴ്നാട്ടിൽ പോയി നിന്നിട്ടാണ് UPSC പ്രിപ്പറേഷൻ സ്വന്തമായിട്ട് നടത്തിയത്. അവിടെ ഒറ്റയ്ക്ക് ഒരു ചെറിയൊരു റൂം റെന്റിന് എടുത്ത് വളരെ ചെറിയൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് എൻ്റെ പ്രിപ്പറേഷൻസ് മുഴുവനും ഞാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ പലപ്പോഴും എൻ്റെ ലക്ഷ്യബോധം, എൻ്റെ സമയം എന്ന് പറയുന്നത് 24/7 ഞാൻ എൻ്റെ പ്രിപ്പറേഷനിൽ തന്നെ നിൽക്കുന്നു. അപ്പൊ ആ 24/7 എൻ്റെ ലോകം എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ തന്നെയാണ്. പക്ഷെ ആ സമയത്തിനകത്ത് ഒരു പോർഷൻ എപ്പോഴും നമ്മളുടെ മാനസിക ഉല്ലാസത്തിനും, അതായത്
മാനസിക ഉല്ലാസം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫാമിലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഒരു ഓൾമോസ്റ്റ് 99% മനുഷ്യർക്കും തോന്നുന്ന ഒരു കാര്യം അത് തന്നെയാണ്. അപ്പം അതിലോട്ടേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ദിവസേന ഒരു 25 മിനിറ്റോളം വീട്ടിലേക്ക് വിളിച്ച് അമ്മയോടും അച്ഛനോടും സംസാരിക്കാനുള്ള ആ ഒരു കണക്ട്. അതുകൊണ്ട് നമ്മളിപ്പോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഖണ്ഡിക തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡയറക്ട്ലി ഏതെങ്കിലും രീതിയിൽ എന്റെ റിസൾട്ട്സിനെ എഫക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ എനിക്ക് എത്ര മാർക്ക് കൂടുതൽ കിട്ടുന്നു, ഇതൊന്നും അതിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല. അത് പ്യുവർലി ഒരു എന്താ പറയാ, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് നമ്മളെ കൊണ്ടുവരുന്നത്. പലപ്പോഴും നമ്മൾ സമയത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളുടെ പേഴ്സണൽ സ്പേസ് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ സമയം മാത്രമായിട്ട് അതിനെ കാണും. ഒരു കാരണവശാലും അത്തരത്തിൽ കാണരുത്. നമ്മൾ പലപ്പോഴും ഫുട്ടൈലായി എന്ന് തോന്നിക്കുന്ന, അല്ലെങ്കിൽ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിന് ഉപകാരമില്ല എന്ന് തോന്നിക്കുന്ന പല കാര്യങ്ങളും. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പാരന്റ്സിനോട് സംസാരിക്കുന്ന സമയം ആക്ച്വലി സ്പീക്കിംഗ് അതൊരിക്കലും ഡയറക്ട്ലി കൂടുതൽ നിങ്ങൾക്ക് ഗ്രാൻഡ് പാരന്റ്സിനോട് കൂടുതൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫിസിക്സിലോ കെമിസ്ട്രിയിലോ മാർക്ക് കൂടുതൽ കിട്ടില്ല. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ഏത് എക്സാമിനേഷൻ ആണെങ്കിലും എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ട്രൈ ചെയ്യുന്നെങ്കിലും അതിനൊരിക്കലും യൂട്ടിലിറ്റി ഇല്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ വീട്ടില് ജോലിക്ക് വരുന്ന ചേച്ചി, അല്ലെങ്കിൽ അയൽവക്കത്തെ ചേച്ചി, തൊട്ടടുത്ത വീട്ടിലെ മുത്തച്ഛനും മുത്തശ്ശി, വഴിയിൽ കാണുന്ന വ്യക്തികള്, അല്ലെങ്കിൽ നിങ്ങളുടെ പെറ്റ്, അവർക്കൊന്നും സ്പെൻഡ് ചെയ്യുന്ന ടൈം ഇസ് നോട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു യുവർ സക്സസ്. നിങ്ങളുടെ സക്സസ് റേറ്റിനോടോ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മാർക്സിനോടോ ടാഞ്ചിബിൾ ആയിട്ടുള്ള, അതായത് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള, നമുക്ക് അളന്ന് തൂക്കി തീരുമാനിക്കാവുന്ന പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന, ഉദാഹരണത്തിന് നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തുമ്പോൾ IPS ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, ഇതൊക്കെയാണ് അളന്ന് തിരിച്ചെടുക്കുന്നത്. പക്ഷെ അതിനും അപ്പുറം ഒരു മനുഷ്യൻ എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടി അതിനകത്തുണ്ട്. പലപ്പോഴും നമ്മൾ മിസ് ഔട്ട് ആയി പോകുന്നത് ഈ ഒരു കാര്യത്തിനകത്താണ്. അപ്പൊ നമുക്ക് ഏതൊരു പൊസിഷനിൽ നമ്മൾ എത്തുവാണെങ്കിലും, ഏതൊരു വ്യക്തിത്വവും ഏതൊരു തലത്തിൽ ഉയർന്നാലും അൾട്ടിമേറ്റ്ലി മാനവികത, അതായത് ഹ്യൂമനിസം അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിനെ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എങ്കിൽ നമ്മൾ പരിപൂർണ പരാജയമാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പം അങ്ങനെയുള്ള അങ്ങനെ വിശ്വസിക്കാൻ താല്പര്യമുള്ള നിങ്ങൾ, ടൈം ഷുഡൻ ബി ബൗണ്ട് ടു യുവർ ഓൺ തിങ്സ്. എന്റെ സമയം മാത്രമല്ല, നിങ്ങളുടെ മുത്തശ്ശനും മുത്തശ്ശിയും വീട്ടിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവര് പുറത്തുണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ കോൾ ചെയ്യണം. ഇന്നിപ്പോ നമ്മളിപ്പോ ഇത്രയും നല്ല രീതിയിൽ കാണുന്നുണ്ട്. നമ്മൾ എത്ര പേര് ഡെയിലി എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാനായിട്ട്, ഡെയിലി എന്നുള്ളത് പോട്ടെ, മാസത്തിലൊരിക്കൽ തന്നെങ്കിലും നമ്മളുടെ ആളുകളായിട്ട് ഒന്ന് ബന്ധപ്പെടാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അയൽവക്കത്തെ ചേച്ചി വന്ന അമ്മയോടോ അച്ഛനോടോ സംസാരിക്കുമ്പോൾ, ചേട്ടന്മാര് സംസാരിക്കുമ്പോൾ, ഗീവ് എ ടൈം ഫോർ ദാറ്റ്. അപ്പോൾ ലോകത്തിനെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മളുടെ ലൈഫിനെ കുറിച്ച് കൂടുതൽ അറിയാനും പറ്റും. ഇപ്പൊ പലപ്പോഴും പോലീസിൽ വന്ന പിന്നെ ഞാൻ കാണുന്ന ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറയുന്നത് സൂയിസൈഡൽ ടെൻഡൻസീസ്. പലപ്പോഴും എല്ലാവരും എക്സ്ട്രീംലി ഇന്റലിജന്റ് ആയിട്ടുള്ള, വളരെയധികം കഴിവുകളുള്ള കുട്ടികളിൽ പറ്റുന്നതാണ്. അപ്പം നമ്മളുടെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ടൈം അലോട്ട് ചെയ്യുമ്പോൾ വി ആർ എക്സ്പെക്ടിങ് ഡയറക്റ്റ് റിസൾട്ട്സ്. അത് നമ്മുടെ ഒരു ജനറേഷൻ്റെതായ, അല്ലെങ്കിൽ ഈ ലോകം കാലക്രമേണ അങ്ങനെ ആയിത്തിരിഞ്ഞിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളിപ്പം ഈ പുസ്തകത്തിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് പരീക്ഷ പാസ്സാകാൻ പറ്റുമോ? പണ്ടൊക്കെ എല്ലാവരും ലേബർ ഇന്ത്യ പഠിക്കുമായിരുന്നു 10ാം ക്ലാസ്സിലെ മാർക്ക് കിട്ടാനായിട്ട്, ഇന്ന കാര്യത്തിൽ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ, ആസ് എ ഹ്യൂമൻ ബീയിങ്, മാർക്കിംഗ് വരുന്നത് അതിലൊന്നുമല്ല. നമ്മൾ എത്രത്തോളം സമയം നമ്മളുടേതല്ലാത്ത കാര്യങ്ങൾക്കും കൂടി ഉപയോഗിക്കുന്നുണ്ട്, അതിനും ഒരു വെയിറ്റേജ് ഉണ്ട്. കാരണം എനിക്കറിയില്ല, ഈ പോയിന്റ് ചിലപ്പോൾ ഒരുപക്ഷെ മാനേജ്മെന്റ് ഗുരു അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി പറയുമോ എന്ന് എനിക്കറിയില്ല. കാരണം എന്റെ തോട്ട് പ്രോസസ്സിനകത്ത് ഞാൻ അകമഴിഞ്ഞ് വിശ്വസിക്കുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, യുവർ ടൈം, ദർ ആർ അതർ ഓണേഴ്സ് ഫോർ യുവർ ടൈം. അപ്പം അവർക്കുള്ള ടൈമും അതിനകത്ത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അതൊന്നും, ഇതാണ് എന്റെ മൊത്തത്തിലുള്ള എനിക്ക് നിങ്ങളോട് കണ്ണു ചെയ്യാനുള്ള, അതുകൊണ്ടാണ് ഞാൻ ആ മെസ്സേജ് ആദ്യം പറഞ്ഞത്. രണ്ടാമതായിട്ട് ഈ ടൈം മാനേജ്മെന്റ് പെർസെ, എങ്ങനെയാണ് നമുക്ക് ടൈം കോൺഷ്യസ് ആവാൻ പറ്റും, ബീങ് പങ്ക്ച്വൽ, ഇതെല്ലാം ലെറ്റർ ആൻഡ് വേർഡിൽ പെട്ടെന്ന് പറഞ്ഞു തീർക്കാവുന്ന കാര്യമാണ്. ബട്ട് ബിയോണ്ട് ദാറ്റ് ഒരിക്കലും സമയം നമുക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ബേസിക്കലി ബിക്കോസ് ടൈം ഈസ് ഓൾ അബൌട്ട് പ്രയോറിറ്റി. ഇനി കുറച്ച് ഫാക്ട്സിലോട്ട് വരാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എന്തിനാണോ നമുക്ക് പ്രയോറിറ്റി ഉള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് സംഗീതത്തിലാണ് അഭിരുചിയെങ്കിൽ നിങ്ങൾ എത്ര കണ്ട് കണക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞാലും, കണക്ക് ഇഷ്ടമല്ലാത്ത സംഗീതത്തിൽ അഭിരുചിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അത് നേരെ തിരിച്ച് വരത്തില്ല. അപ്പം അത് മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം. എന്തിനു വേണ്ടിയിട്ടാണ്, എന്താണ് പ്രയോറിറ്റി. ഇപ്പം നമ്മുടെ
ഒഫീഷ്യൽസ് ആണ്, നിങ്ങൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും എന്തിനാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. പലപ്പോഴും എല്ലാവരും പറയുന്ന ഒരു പൊതു കാര്യമാണ് സമയം കിട്ടുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ സമയം കിട്ടുന്നില്ല എന്നുള്ളതല്ല, ആ പർട്ടിക്കുലർ കാര്യത്തിന് സമയം കണ്ടെത്താനായിട്ട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ കഴിയില്ല. അതാണ് അതിന്റെ മൂലമായിട്ടുള്ള കാരണം. അപ്പം അതിന് ഞാൻ അടിമയാണ്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി ജിമ്മിൽ വർക്കൗട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വ്യക്തിയാണ്. പക്ഷെ ഞാനത് സൗകര്യപൂർവ്വം മറക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇന്നത്തെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ 8 മണി 8:30 ആവും, അല്ലെങ്കിൽ 9 മണിയാവും. അതിനുശേഷം ഡിന്നർ കഴിക്കും. വീട്ടിൽ കൊച്ചു കുഞ്ഞുണ്ട്, 3 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. അവളെ ഒന്ന് വീഡിയോ കോളിൽ കണ്ട് അവൾ ഉറങ്ങുന്നതോടൊപ്പം ഞാനും എന്റെ റൂമിൽ ഞാനും ഉറങ്ങിപ്പോകും. അപ്പം ഞാൻ സൗകര്യപൂർവ്വം വിസ്മരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ആവശ്യമുള്ള കാര്യം, കാരണം എന്റെ കുഞ്ഞിനെ എനിക്ക് കാണുക എന്ന് പറയുന്നത് എനിക്ക് പ്രയോറിറ്റി ഉള്ള കാര്യം. എക്സാക്ട്ലി അത് തന്നെയാണ് എനിക്ക് നിങ്ങളോട് കൺവേ ചെയ്യാനുള്ളത്. എവിടെയാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്? നിങ്ങൾക്കിപ്പോ നിങ്ങളുടെ പഠിത്തത്തിൽ ഇപ്പൊ നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡ് പ്രിപ്പയർ ചെയ്യുന്നു, യു നീഡ് ടു ഗെറ്റ് ഗുഡ് മാർക്സ്, നല്ല മാർക്ക് വാങ്ങി നല്ല രീതിയിൽ പാസ് ആവണം എന്ന് ആഗ്രഹമുണ്ട്. സോ ആ പ്രയോറിറ്റി മുകളിലോട്ട് വന്നേ പറ്റുള്ളൂ. ഞാൻ ഇത് സക്സസ് സ്റ്റോറി പറയുന്ന രീതിയിലല്ല, പക്ഷെ എന്നാലും ഞാൻ ചെന്നൈയിൽ പോയി 2 വർഷം നിന്ന് പഠിച്ചു എന്ന് പറയുമ്പം ഞാൻ ഹെൽത്തി ആയിട്ട് ഏൺ ചെയ്തുകൊണ്ടിരുന്നു, നല്ല രീതിയിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ആ ഉദ്യോഗം കളഞ്ഞിട്ടാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. എന്റെ നാട്ടിൽ തന്നെ, കൊച്ചിയിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു ഉദ്യോഗം കളഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷെ എനിക്ക് പ്രയോറിറ്റി ഉണ്ടായിരുന്നു. വാട്ട് വാസ് മൈ പ്രയോറിറ്റി എന്നുള്ളത് എന്റെ മനസ്സിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. എന്താണ് വഴി എന്നുള്ളതോ എന്താണ് ലക്ഷ്യം എന്നുള്ളത്. ചിലപ്പം ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ ഒരു നല്ല മോഷ്ടാവാണെങ്കിൽ കൂടെ, ഞാൻ കൂടുതൽ ക്രൈംസ് ആയിട്ട് ഡീൽ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ സൈബർ കുറ്റകൃത്യം ചെയ്യുന്ന ഒരാൾ ഒരു ബാങ്കിനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കുന്നു. ഹീസ് പാഷനേറ്റ് അബൌട്ട് ഹിസ് വർക്ക്. അതുകൊണ്ടാണ് അവൻ അതിൽ സക്സീഡ് ചെയ്യുന്നത്. അവനെ പിടിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. വെദർ ഹീസ് ഡൂയിങ് ഇറ്റ് റൈറ്റ് ഓർ റോങ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അപ്പൊ പാഷൻ ആൻഡ് ടൈം ഇസ് ആക്ച്വലി കോറിലേറ്റഡ്. മനുഷ്യൻ എപ്പോഴും അങ്ങനെയായിരുന്നു. പുരാതന കാലം മുതൽക്ക് നമ്മളുടെയൊക്കെ ഭൂഖണ്ഡങ്ങൾ കണ്ടുപിടിച്ച മനുഷ്യരും ഇതുപോലെ പാഷൻ ആയിരുന്നു. അവര് ഫാമിലി ചിലർ വിട്ടെറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. അവര് മറ്റൊന്നും നോക്കിയിട്ടില്ല. അവർ വന്നത് അവർക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനുള്ള ഒരു ത്വരയാണ്. അപ്പം എന്താണോ നമ്മുടെ പ്രയോറിറ്റി, ആ പ്രയോറിറ്റി ഡിഫൈൻസ് യുവർ മാനേജ്മെന്റ് ഓഫ് ടൈം. അൺലെസ് ആൻഡ് അൺടിൽ ആ പ്രയോറിറ്റി ക്ലിയർ ആവാതെ നമുക്ക് ഒരു കാരണവശാലും ഒരു കാലത്തും സമയം എന്ന് പറയുന്നത് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നതാണ്. പിന്നെ there's no point in lamenting on time. അതും നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ്. സെൽഫായിട്ട് നമ്മൾ ഒരു കാരണവശാലും കുറ്റം പറയരുത്. എല്ലാ മനുഷ്യർക്കും, അല്ലെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് പറയാണ്, നമ്മളെപ്പോഴും ചെറിയ രീതിയിൽ തന്നെ ആനന്ദം കണ്ടെത്തുന്ന, അതൊരു ഹിഡൻ ആനന്ദമാണ്. നമുക്ക് പോയ കാര്യങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളും വിഷമങ്ങളും. ഞാനത് ചെയ്തു, എനിക്കത് കിട്ടിയില്ല. സമയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല, അതൊരു എന്താ പറയുന്നത്, ഇറ്റ്സ് എ ഡയമെൻഷൻ. എല്ലാവർക്കും അറിയത്തില്ല. അത്യാവശ്യം മുതിർന്ന ആളുകളെല്ലാം മനസ്സിലാക്കിയിട്ടിരിക്കുന്ന ടൈം എന്ന് പറയുന്ന ഒരു ഡയമെൻഷൻ ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് എ പ്ലെയിൻ. അത് ആ ഒരു തലത്തിലേക്ക് നമ്മൾ അത് മനസ്സിലാക്കുന്നതോറും നമുക്ക് മനസ്സിലാവും എവറിത്തിങ് ടു ഷാൽ പാസ്. സോ ടൈം ഹാസ് ഹീലിംഗ് പാസ്, ടൈം ഹാസ് പവർ ടു ഗെറ്റ് യു സക്സസ്. ഹീലിംഗ് പവേഴ്സിനും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ വെനെവർ എനിക്ക് നിങ്ങൾ കൊച്ചു കുട്ടികൾ അല്ലെങ്കിൽ എന്നേലും ഒരുപാട് എന്റെ കുഞ്ഞനിയന്മാരെ അനിയത്തിമാരെ ഒരുപാട് പേരെ എനിക്ക് കാണാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കാര്യം പറയുന്നതോടൊപ്പം തന്നെ സമയവും സക്സസും ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഐ എം നോട്ട് ബിലിറ്റിലിംഗ് എനിത്തിങ്. എന്തിനെങ്കിലും കുറച്ച് കാണുകയല്ല, അല്ലെങ്കിൽ അങ്ങനെ ആവണമോ ആവുന്നതല്ല. പക്ഷെ അൾട്ടിമേറ്റ്ലി വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ്. ഒരു ഫിക്സഡ് ടൈം സ്പാൻ, ഇത്ര വർഷം മുതൽ ഇത്ര വർഷം വരെ. ഇപ്പം ഞാൻ ജനിച്ചത് 25 മാർച്ച് 1990. നീ എന്ന് വരെ ജീവിച്ചിരിക്കുന്നുള്ളത് അറിയില്ല. ആ സ്പാനിലുള്ളതാണ് എന്റെ ജീവിതം. അപ്പൊ ആ ജീവിതത്തിന്റെ ഉള്ളിലെ സമയം ഏത് രീതിയിലെങ്കിലും ഉപയോഗിക്കപ്പെട്ടോട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ കിട്ടണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ വിചാരിച്ചോടെ എത്തുകയോ എത്താതിരിക്കുകയോ. പക്ഷെ ഈ കൊച്ചു സമയം സന്തോഷപ്രദമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ എപ്പോഴും നമ്മുടെ പേർപ്പസ് എന്ന് പറയുന്നത് ചെയ്യുന്ന കാര്യത്തിനകത്ത് സന്തോഷം കണ്ടെത്തി അത് മാക്സിമൈസ് ചെയ്യുക. കാരണം ഇറ്റ്സ് ഓൾ അപ്സ് ആൻഡ് ഡൗൺസ്. പക്ഷെ എന്നാലും അതിനകത്ത് ഏറ്റവും നല്ല പോസിറ്റീവായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്ന് പോസിറ്റിവിറ്റി ഉണ്ടാക്കുക. ഒപ്പമുള്ളവർ, നമ്മൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി പറയാണ്, നമ്മൾക്ക് നിങ്ങളാക്കുന്ന, നിങ്ങൾ എല്ലാവർക്കും ഇപ്പൊ ഒരു കമ്പ്യൂട്ടറും ഒരു മൊബൈൽ ഫോണും ഒക്കെ വാങ്ങിത്തരാനായിട്ട് ഏതോ ഒരു വ്യക്തി അല്ലെങ്കിൽ കുറച്ച് വ്യക്തികൾ കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പെടുന്നവരെ ഓർക്കുക. അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ സമയം, അവർക്കും കൂടി അവകാശപ്പെട്ടതാണ് നിങ്ങളുടെ ജീവിതം. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ സ്പാൻ മുഴുവനും നിങ്ങൾ അവർക്ക് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അപ്പൊ ആ ഒരു ചിന്ത മനസ്സിലുണ്ടെങ്കിൽ then you are connected. പിന്നെ ടൈം എന്ന് പറയുന്നത് ആക്ച്വലി it will come through. സക്സസും കാര്യങ്ങളൊക്കെ everything will follow. എല്ലാം ഫോളോ ചെയ്യും. Primarily aim should be to be happy.
അത് എൻഷുർ ചെയ്യണം. അപ്പം റിസൾട്ട്സ് വിൽ കം. റിസൾട്ട്സ് കഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും വരും. നിങ്ങളും നാളെ ബുദ്ധിമുട്ടി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യു വിൽ കം ടു നോ. ബട്ട് മേക്ക് ഷുവർ ദാറ്റ് യു എൻജോയ് ലൈഫ്. ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ ഈ ഓട്ടത്തിന്റെ പരാക്രമത്തിന്റെ ഇടയിൽ പോകരുത്. ഇനി അഥവാ നമ്മൾ പ്രതീക്ഷിച്ചത് കിട്ടാതിരുന്നാൽ അതിനകത്തും അതും സമയം എന്ന് പറയുന്ന ഒരു വലിയ വൈദ്യനാണ്. ആ വൈദ്യന് മാറ്റിമറിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. അപ്പൊ അതും എപ്പോഴും മനസ്സിലും. സമയം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടൂൾ അല്ല. ഇറ്റ് ജസ്റ്റ് എ പ്ലെയിൻ, ഇറ്റ് ഇസ് ജസ്റ്റ് എ ഡയമെൻഷൻ. ആ ഡയമെൻഷനിലേക്ക് കൂടെ നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു ഫ്ലോറിൽ കൂടെ നടന്നു പോകുന്നു, അല്ലെങ്കിൽ നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുന്നു, അതുപോലെയാണ് സമയവും. നമ്മുടെ ഒപ്പം അത് വന്നോളും. പക്ഷെ മേക്ക് ഷുവർ ദാറ്റ്സ് ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. ചെറിയ തോതിലാണെങ്കിലും അതിനകത്ത് സന്തോഷം നിറച്ചുകൊണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. രഞ്ജിത്ത്, am I exceeding time? Is Vijayan sir coming over? എങ്ങനെയാണ്? So sir is already here, but you can take few more minutes. I mean, I think I've talked about 15 minutes. I don't know. Then Vijayan sir should be taking charge now. Sir, over to you, sir. Yeah. Vishwanath, actually, if you have to complete it, please take few more minutes. Otherwise, I can start. ഇല്ല സാർ, എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് സാർ. ഇനി അവരെന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ പറയാം സാർ. Okay. So I'll take over. Friends, ഇതിന് ഒരു ഇൻട്രസ്റ്റിംഗ് തിങ് ഇൻ ബിറ്റ്വീൻ ഹാപ്പൻസ്. ദാറ്റ് ഈസ് ട്രിവാൻഡ്രത്ത് ഒരു പ്രമുഖമായിരിക്കുന്ന സ്ഥാപനമാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സ്. അവിടെ ഒരു വലിയ തീപിടുത്തം ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിന്റെ തൊട്ടടുത്ത് നമ്മളുടെ ഒരു ഓഫീസ് ഉണ്ട്, ഒരു സെക്കൻഡ് ഓഫീസ് സെന്റർ. അവിടെ ഇരിക്കുമ്പോഴാണ് ഇതുണ്ടായത്. ഇപ്പൊ എല്ലാ ടോട്ടൽ ഫയറും അവിടെ കാരണം കൊണ്ട് ടോട്ടൽ ഓഫീസസ് നമ്മൾ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. ആ ഏരിയ എല്ലാം ഇലക്ട്രിസിറ്റി എല്ലാം ഡിസ്കണക്ട് ചെയ്തു. സോ ഐ ജസ്റ്റ് മൂവ് ഓൺ ടു സം അതർ പ്ലേസ്. അത് സേഫിന്റെ വീട്ടിന്റെ അകത്താണ് ഇപ്പോൾ ചാടി കയറിയിരിക്കുന്നത്. സോ ഈ വിശ്വനാഥൻ അതിന്റെ വളരെ ലൂസിഡ് ആയിട്ട് ഈ സോ യുനോ ആ ഒരു ഫൈനർ വേ ഓഫ് നമ്മളെ ടൈമിന്റെ പ്രാധാന്യം, ടൈം മാനേജ് ചെയ്യുന്ന രീതിയും പറഞ്ഞു. സോ കാരണം വിശ്വനാഥൻ ഇത് പറയുന്ന സമയത്ത് ഒരു കാര്യം, ഒരു യങ്സ്റ്റർ നമ്മുടെ ഒരു നേരത്തെ KPMG-ലൊക്കെ വളരെ പ്രോമിനന്റ് പൊസിഷനിൽ ഇരുന്നിട്ട് IPS-ലേക്ക് വന്നിരിക്കുന്ന ചിലൊരു കരിയർ പാത്തിലൊക്കെ വളരെ നല്ലൊരു അച്ചീവ്മെന്റ് നേടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു നല്ലൊരു ഹ്യൂമൻ ബീയിങ്. അങ്ങനെയുള്ള ഒരാള് നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വൈസസ് അല്ലെങ്കിൽ പലർക്കും ഷെയർ ചെയ്യപ്പെടുന്നു. കുട്ടികൾ മാത്രമല്ല, ഒത്തിരി പേര് വേറെയും നമ്മളെ ഫേസ്ബുക്ക് ലൈവിലൂടെയൊക്കെ ഉണ്ട്. നമ്മളിപ്പോ സൂമില് 100 ആണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ ഒരു 1000 ആക്കുന്നതിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ടൈമിൽ 1000 ആക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതിന്റെ നമ്മുടെ നേരത്തെ ഫേസ്ബുക്ക് റിവ്യൂ കൂടി വെച്ച് നോക്കുമ്പോൾ ഏകദേശം 2.23 lakhs ആളുകളിലേക്ക് ഇതിന്റെ ടോക്ക് പല സമയത്തായി പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള മാത്രമല്ല, ഈ ടോക്ക് ഇതിന്റെ ഈ സീരീസ് അമേരിക്കയിലെ ഒബാമ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പുള്ള അതിന്റെ ക്യാമ്പയിന്റെ ലീഡ് ചെയ്തിരിക്കുന്ന മിസ്റ്റർ ഹെൻറി ഇതിന്റെ ഒരു സീരീസിൽ വന്നിരുന്നു എന്നൊക്കെ ഉള്ളത് ഇതിന്റെ കുറേ കൂടി നമ്മളെ നമുക്ക് ഒരു ഹാപ്പിനെസ് നൽകുന്നതാണ്. ഞാൻ ഐ വിൽ ടേക്ക് എ വെരി കാരണം കുറച്ച് ടൈം മാനേജ്മെന്റിൽ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു 10 minutes പോയിട്ടുണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു എക്സീഡ് ദി ലിമിറ്റഡ് ടൈം. ഞാൻ ഈ സമയത്തെ വളരെ രസകരമായിട്ടും അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിക്കാണാണ്. സമയം എന്നുള്ള ഒരു സംഭവത്തെ വളരെ അത്ഭുതത്തോടുകൂടി നോക്കിക്കാണാം. സമയത്തിന് മാത്രമുള്ള ഒരു വലിയ മാഗ്നാനിമിറ്റി ഉണ്ട്. അതായത് അല്ലെങ്കിൽ പ്രകൃതി മനുഷ്യന് നൽകിയിരിക്കുന്ന, പ്രകൃതി എല്ലാവർക്കും ജീവജാലങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വലിയ മാഗ്നാനിമിറ്റി ഉണ്ട്. അത് സമയം എല്ലാവർക്കും തുല്യമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ 24 മണിക്കൂർ എന്ന് പറയുന്നത് ഇവിടുത്തെ യാതൊരു വ്യത്യാസവുമില്ലാതെ, ജാതിയോ മതമോ അല്ലെങ്കിൽ പ്രദേശമോ സമ്പത്തോ അല്ലെങ്കിൽ ഒന്നുമില്ലാതെ എല്ലാവർക്കും തുല്യമായി വീതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സമയത്തിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. നിങ്ങൾ നോക്കിയാൽ ഇവിടുത്തെ ബില്യനറിനും ഇവിടുത്തെ ബഗർക്കും 24 മണിക്കൂറാണ്. ഇവിടുത്തെ സോ കോൾ സൂപ്പർ പവർ പീപ്പിളിനും ഇവിടുത്തെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്കും 24 മണിക്കൂർ. അപ്പൊ ഇവിടെ ഒരു വലിയ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ എന്താണ് സമയത്തിന്റെ ചില പ്രത്യേകത എന്നുള്ളത് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഒന്ന്, അതിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, പിടിച്ചു നിർത്താൻ പറ്റില്ല എന്നുള്ളതാണ് സമയത്തിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ ഒരു പ്രത്യേകത, അതിനെ നമുക്ക് സ്ലോ ചെയ്യാനും പറ്റത്തില്ല. അതൊരു ഒരു രീതിയിൽ അതങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ബൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. നമ്മൾ വിറ്റുപോയി, നമുക്ക് ചെലവഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിലോ ശരിയായ അല്ലാത്ത രീതിയിലോ ചെലവഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ സമയത്തെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല, തിരിച്ചു വാങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. സമയത്തെ യൂസ് ചെയ്യാം, ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യാം,
അബ്യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. ഇത് നമ്മളെ ചോയ്സാണ്. ഏതാണ് നമ്മൾ ഇതിനകത്ത് എടുക്കുന്നത് എന്നുള്ളത് നമ്മളുടെ ചോയ്സാണ്. അതായത് ഇതിനെ നന്നാക്കി യൂസ് ചെയ്യണം, സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു, അതല്ലെങ്കിൽ സമയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബ്യൂസ് ചെയ്യുന്നു, അതിനുണ്ടല്ലോ പിന്നെ കുത്തിമറിഞ്ഞ് കുഴച്ച് കളയുന്നുണ്ടോ പലതും എന്തൊക്കെയോ ചെയ്തുകൊണ്ട്, അതല്ലെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്യുന്ന ഒക്കെ ഉള്ളതായിരിക്കും നമുക്ക് കിട്ടാവുന്ന ഒരു ചോയ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഈ ശരിക്കും സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ടൈം ഈസ് മണി. ബിസിനസ്മാൻ യൂസസ് ഇറ്റ്സ് ഇൻ എ വെരി പ്രോപ്പർ വേ. ടൈം ഈസ് മണി. ഒരു സ്റ്റുഡന്റ് ഇത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ സമയം എന്ന് പറയുന്നത് അവരുടെ അക്കാഡമിക് വിജയമാണ്. സമയത്തെ ഒരു നല്ല രീതിയിൽ ഫാമിലിയിലോ മറ്റോ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ജീവിക്കുന്നവനാണെങ്കിൽ സമയം ഈസ് ഹാപ്പി. ഒരു നല്ല രീതിയിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിരന്തരമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ടൈം ഈസ് പവർ. സമയത്തെ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്നുവോ അതനുസരിച്ചിട്ട് സമയം നമ്മളുടെ മുമ്പിൽ അതായിട്ട് അവതരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സമയത്തെ പണത്തിന്റെ ഉപാസിക്കുന്നതെങ്കിൽ പണമായി വരും. സമയത്തെ നിങ്ങൾ സന്തോഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ സന്തോഷത്തിന്റെ രൂപത്തിൽ അവതരിക്കും. പണത്തെ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന അധികാരം നേടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് അധികാരത്തിന്റെ രൂപത്തിൽ വരും. പണ്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഏത് രൂപത്തിലാണ് എന്നെ ഉപാസിക്കുന്നത് ആ രൂപത്തിൽ ഞാൻ പ്രത്യക്ഷപ്പെടുമെന്ന് ചില വേദഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് പോലെ സമയം ആ രൂപത്തിൽ നമ്മുടെ മുമ്പിലെത്തും. സമയത്തെ നമ്മൾ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ തീരെ ഉപയോഗിക്കാതിരിക്കുകയാണെങ്കിൽ സമയം നമ്മുടെ മുമ്പിൽ ഒരു അലസന്റെ രൂപത്തിൽ വന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് ഈ അലസന്മാരുടെ കാര്യത്തിൽ നമ്മൾ പറയുന്ന ഒരു കാര്യം, ഈ ബ്രെയിൻ ഓഫ് ആൻ ഐഡൽ പേഴ്സൺ it's an abode of, actually it's an asylum of this devils എന്ന് പറയുന്നത്. ഒരു ഐഡിൽ മാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബ്രെയിൻ എന്ന് പറയുന്നത് ഡെവിൾസിന്റെ ഒരു കൊട്ടാരമായി മാറുന്നു. അവനെ സംബന്ധിച്ചിടത്തോളം സ്ലോത്ത് ഈസ് ഇറ്റ്സ് എ പില്ലോ. അതായത് അവരുടെ അലസതയായിരിക്കും അവരുടെ തലയണയായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു കാര്യമായിട്ടാണ് അവസാനിക്കുന്നത്. സമയത്തിന്റെ ഒരു പ്രത്യേകത, സമയം അബ്യൂസ് ചെയ്യപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ട്രാജഡി ജീവിതത്തിലുണ്ടോ എന്നറിയില്ല. സമയത്തെ അബ്യൂസ് ചെയ്യുന്നത് പോലെ ഉള്ള ട്രാജഡി ഉണ്ടോ എന്നറിയില്ല. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഞാൻ സമയത്തെ യൂസ് ചെയ്യുകയും അബ്യൂസ് ചെയ്യുകയും സമയത്തെ മിസ്യൂസ് ചെയ്യുകയും ഒക്കെ എല്ലാ പട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തുന്ന ഒരു വ്യക്തി എന്നുള്ളത് ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം, സമയത്തിനെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ ആണോ വേണ്ടത്, അതല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിരിക്കുന്ന സമയം കുറേ കൂടി ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ബ്ലിസ്സിന് വേണമാണോ ഉപയോഗിക്കുന്നത്? ഇൻസ്റ്റന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വേണമെങ്കിൽ അല്പനേരം എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കുന്നതിനാകാം, ഏതെങ്കിലും ഒരു TV ഷോ കണ്ടിരിക്കുന്നതിനാകാം, ഏതല്ലെങ്കിൽ ചുമ്മാ കിടന്നുറങ്ങുന്നതിനായിരിക്കാം, അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും അലസമായിരിക്കുന്ന കാര്യങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്നതിനായിരിക്കാം, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒന്നും ചെയ്യാതിരിക്കുന്നതിലുള്ള സന്തോഷം കണ്ടെത്തുന്നതിലായിരിക്കാം. ഇങ്ങനെ പല രീതിയിലായിരിക്കാം നമ്മൾ സമയത്തെ ഉപയോഗിക്കുന്നത്. പക്ഷെ സമയത്തെ നമ്മൾ ഉപയോഗിക്കുന്ന ആ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണോ, സമയത്തെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ സാറ്റിസ്ഫാക്ഷൻ ആണോ എന്നുള്ളതാണ്. എന്നെ ഏറ്റവും കൂടുതൽ ഞാൻ പലപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എന്നെ ആവേശം കൊള്ളിച്ചിരിക്കുന്ന എൻ്റെ ഞാൻ പറയാതെ ഒരു ഇൻവിസിബിൾ ഗുരു എന്ന് പറയുന്നത് എബ്രഹാം ലിങ്കൺ. കാരണം അദ്ദേഹത്തിന്റെ ജീവിത രീതിയും അദ്ദേഹം ലോകത്തിൽ ചെയ്തിരിക്കുന്നോ കാണുമ്പോൾ ഒരു ഏകലവ്യന്റെ പോലെയൊക്കെ നമ്മൾ ഉപാസന നടത്തുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമ്മൾ മറ്റൊരു കഥ കൂടി നമ്മൾ ആലോചിക്കേണ്ടത്, അദ്ദേഹം ലോകത്തിൽ ഇന്ന് ആദരിക്കപ്പെടുന്നത് കാരണം ഒരു എക്സാക്ട്ലി 1 year ആണ് സ്കൂൾ എഡ്യൂക്കേഷനിൽ, ഫോർമൽ സ്കൂൾ എഡ്യൂക്കേഷനിൽ. പക്ഷെ ലോകത്തിലെ നമ്പർ 1 ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു പേറ്റന്റ് ലോയർ ആയിരുന്നു. അതുമാത്രമല്ല ലോകം കണ്ടിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു എന്താ പറയാ സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഇന്നും അമേരിക്കയ്ക്ക് ഒരുപക്ഷെ അമേരിക്കയിൽ നമ്മൾക്കറിയാം ഇപ്പൊ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരിക്കുന്ന അമേരിക്കയിലെ കറുത്ത വർഗക്കാർ ആയിരിക്കുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഈ റഷ്യത്തിനെതിരെയുള്ള വലിയ പടപൊരുതലൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. ഈ പടപൊരുതലിന്റെ ഒക്കെ മുമ്പ് അവിടെ ഉണ്ടായിരുന്ന അടിമത്തം നിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം എടുത്തിരിക്കുന്ന സ്റ്റെപ്സ് ആണ്, ഒരുപക്ഷെ അദ്ദേഹം പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് എടുത്തിരിക്കുന്ന സ്റ്റെപ്പാണ് ഇന്ന് ഈ കാണുന്ന രീതിയിലെങ്കിലുള്ള ഒരു അമേരിക്ക ഉണ്ടാകുന്നത്. അത് മാത്രമല്ല, അമേരിക്കയിലെ ഗട്ടിസ്ബർഗിൽ വെച്ചിട്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ഒരു 2 minute സ്പീച്ച് ഉണ്ട്.
ഏതെങ്കിലും ഒരു കുട്ടി ഇപ്പോഴും ഡിക്ലമേഷൻ വേണമെങ്കിൽ ഇപ്പോഴും സെർച്ച് ചെയ്ത് പറയുന്ന ഒരു കാര്യം. എൻ്റെ മകൻ ഒരു ഡിക്ലമേഷന്റെ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുമ്പോൾ ഒരു 2-3 മാസക്കാലം അവൻ ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് ചൊല്ലിക്കൊണ്ടിരുന്നത് ഈ 272 വാക്കുള്ള 2 മിനിറ്റുള്ള അദ്ദേഹത്തിന്റെ സ്പീച്ചായിരുന്നു. അങ്ങനെ ലോകപ്രസിദ്ധനായിരിക്കുന്ന എബ്രഹാം ലിങ്കൻ ഒരു സ്റ്റെപ്പ് ബ്രദർ ഉണ്ടായിരുന്നു, സഹോദരൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് ജോൺ ജോൺസ്റ്റൺ എന്ന് പറയുന്നത്. ജോൺ ജോൺസ്റ്റൺ എന്ന് പറയുന്നതും എബ്രഹാം ലിങ്കനും സമയത്തിന്റെ ഉപയോഗത്തെ കുറിച്ചിട്ട് എബ്രഹാം ലിങ്കന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്ന, അല്ലെങ്കിൽ ലോകത്തിന്റെ ഒരു എക്സാമ്പിൾ ആയി കാണാം. അദ്ദേഹത്തിന്റെ ബ്രദർ ഒന്നും ചെയ്യാതിരിക്കുക, അലസമായി നടക്കുക, ഇത് മാത്രമായിരുന്നു. ഈ അലസമായി നടക്കുമ്പം അതിന് ചില കാരണങ്ങൾ പറയായിരുന്നു. ഈ കാരണങ്ങളെ കുറിച്ചിട്ട് എബ്രഹാം ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്, യു വിൽ നോട്ട് ബി ഫോർഗിവൻ ഫോർ യുവർ പ്രിട്ടൻസൻസ്. നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവ് കഴിവുകളിലുള്ള വിശ്വാസത്തിൽ, ഒഴിവ് കഴിവുകളുടെ മേലെ ഡിപ്പെൻഡ് ചെയ്ത് നടക്കുന്നതിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ നിങ്ങളുടെ ഈ കൊള്ളരുതായ്മകളെ മറച്ചു വെക്കാൻ പറ്റില്ല എന്ന് ഈ എബ്രഹാം ലിങ്കൻ ഒരു ഓർക്കാറുണ്ടായിരുന്നു. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ ഇവരെല്ലാവരും ഇല്ലിനോയ്സിലെ ന്യൂ ജേഴ്സിയിൽ നിന്നും ഇല്ലിനോയ്സിലേക്ക് വന്നു. അവിടെ നിന്ന് അർക്കൻസാൻസിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചു കറങ്ങി വന്ന് വസ്തുവകളെല്ലാം തീർന്ന് ഏർലി ഏജിൽ തന്നെ മരിച്ചു. മരിക്കുന്ന സമയത്ത് വെറും $55 ആയിരുന്നു ജോൺ ജോൺസ്റ്റന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞു. എന്നാൽ അതേ അച്ഛന്റെ മകനായി ജനിച്ചിരിക്കുന്ന എബ്രഹാം ലിങ്കന്റെ അവസ്ഥകൾ ആലോചിച്ച് നോക്ക്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ കുറിച്ച് ഇന്നും ഈ ലോകത്തിന്റെ ഇങ്ങേ മൂലക്കിലുള്ള, അതും ഇന്ത്യയുടെ തന്നെ സതേൺ അറ്റത്തുള്ള കേരളത്തിലുള്ള നമ്മൾ ചർച്ച ചെയ്യുന്ന ലെവലിലേക്ക് അദ്ദേഹത്തിന്റെ സമയത്തെ ഉപയോഗിച്ചതുകൊണ്ടുണ്ടായതല്ലേ. അപ്പൊ സമയത്തിന്റെ പ്രത്യേകത, സമയം അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഒരാളുടെ ജീവിതത്തിന്റെ കരുപിടിപ്പിക്കുന്നത്. ഒരാളുടെ ഐഡന്റിറ്റി നിശ്ചയിക്കുന്നത് അയാൾ എങ്ങനെ സമയത്തെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഒരു എഫിഷ്യന്റ് പേഴ്സൺ ആണ്, ഒരു ഹാപ്പി പേഴ്സൺ ആണ്, സക്സസ്ഫുൾ പേഴ്സൺ ആണ്. അങ്ങനൊക്കെ നമ്മൾ അറിയപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളുടെ സമയത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു. ഒരു പക്ഷേ നമ്മൾ ഐഡന്റിറ്റി തന്നെ നമ്മൾ ഹാബിറ്റ് ഓഫ് സ്പെൻഡിങ് ടൈമിന് നിശ്ചയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ഇനി ഓരോരുത്തരുടേതായിരിക്കും നോക്കുക. നമ്മുടെ ക്ലാസ് റൂമുകളിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിരിക്കണം. വളരെ സക്സസ്ഫുൾ ആയിരിക്കുന്ന ആളുകളൊക്കെ നമ്മൾ കണ്ടാൽ അറിയാം, അവർ ഓരോ സമയത്തും അവർ ചെയ്യുന്ന രീതികൾ, അവർ സമയത്തെ പാക്കാക്കി നിൽക്കുന്ന കാര്യങ്ങൾ, ഇതൊക്കെയാണ്. അല്ലാതെ സക്സസിന്റെ പിന്നിൽ വലിയ മാന്ത്രികതയൊന്നുമില്ല. അത് ഈ സമയത്തിന്റെ മുകളിൽ കാണിക്കുന്ന മാജിക് അല്ലാത്ത മറ്റൊന്നുമില്ല എന്നുള്ള. അതുകൊണ്ടാണ് ജോർജ് ബെർണാഡ് ഷാ ഒരിക്കലും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സം പീപ്പിൾ മേക്സ് തിങ്സ് ഹാപ്പൻ, സം പീപ്പിൾ മേക്ക് തിങ്സ് ഹാപ്പൻ. ചില ആളുകൾ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ സംഭവിപ്പിക്കും. ചില ആളുകൾ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ് അറൌണ്ട് ഹിം. ചില ആളുകൾക്ക് എന്താണ് ലോകത്ത് നടക്കുന്നത് പോലും അറിയാതെ ജീവിച്ചു പോകുന്ന ആൾ. അങ്ങനെ 2 സെറ്റ് ആളുകളെ ലോകത്തിലുള്ളൂ എന്നാണ് ഈ നമ്മുടെ ജോർജ് ബെർണാഡ് ഷാ, ലോകപ്രസിദ്ധനായിരിക്കുന്ന ജോർജ് ബെർണാഡ് ഷാ പറയുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എങ്ങനെയാണ് നമ്മളെ സമയത്തെ ഇഫക്റ്റീവ് ആക്കാം? ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞു എബ്രഹാം ലിങ്കന്റെ കാര്യം എടുത്തു. നമ്മൾ തന്നെ ലോകത്തിൽ എടുത്തു നോക്കാം. മഹാത്മാഗാന്ധിയെ കുറിച്ച് നമുക്കറിയാം, അല്ലെങ്കിൽ ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ കുറിച്ച് അറിയാം. ഡോക്ടർ APJ അബ്ദുൽ കലാം കോഴിക്കോട് കൊച്ചിയിൽ വരുന്ന സമയത്ത് ഞാൻ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. ഒരു ദിവസം രാത്രിയിൽ 2 മണിക്ക് ഞാൻ അദ്ദേഹത്തിനെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെന്നു. എറണാകുളത്തെ ഗസ്റ്റ് ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ റൂമിലൊക്കെ പോയി നോക്കി, കാരണം സെക്യൂരിറ്റി ഒക്കെ സേഫ് ആണോ. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എന്ത് ചെയ്യുന്നു? സാർ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക എന്നാണ്. പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹം നെക്സ്റ്റ് ഡേയിലുള്ള പ്രസംഗത്തിന് സ്വന്തം തന്നെ പഠിച്ച് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സാധാരണ ഒരു ഫിഷർമാൻ കമ്മ്യൂണിറ്റിയിൽ ജനിച്ചിരിക്കുന്ന സാധാരണക്കാരനായിരിക്കുന്ന ഒരു കലാം, നമ്മളുടെ എല്ലാം പ്രിയങ്കരനായിരിക്കുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിട്ടുണ്ടെങ്കിൽ ഈ സമയത്തെ അദ്ദേഹം എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ള നമുക്കറിയാവുന്ന, ഞാൻ പലയിടത്തും നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. രാവിലെ 4 മണിക്ക് എണീറ്റ് കുളിച്ച് റെഡിയായിട്ട് 5 മണിയുടെ ട്യൂഷന് പോകുന്നു. അത് കഴിഞ്ഞിട്ട് 6 മണി മുതൽ 8 മണി വരെയുള്ള സമയം പത്രം വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് വീണ്ടും പഠിക്കാൻ പോയിരുന്ന ഒരു കലാവിനെ കുറിച്ചറിയാം. ഈ സമയത്തിന്റെ പാക്കേജ്, സമയത്തിന്റെ ഉപയോഗിക്കുന്നതിന്റെ മാതൃകയാണ്. അപ്പൊ ഒരാളുടെ ജീവിതത്തിന്റെ ഡിസൈൻ ചെയ്യുന്നത്, ഒരു ജീവിതം എന്ന് നിശ്ചയിക്കുന്നത് അയാൾ എങ്ങനെ സമയത്തെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്, സമയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ വിശ്വനാഥൻ പറയണ്ടായി, അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പഠിക്കുന്നു. നമ്മൾക്ക് പലപ്പോഴുള്ള ഒരു ധാരണയുണ്ട്, പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം മുന്നിൽ വെച്ചുകൊണ്ട് ദിവാസ്വപ്നങ്ങൾ കണ്ടിരിക്കുന്നത് മാത്രമാണ് പഠനം എന്നുള്ളത്. പഠനത്തിൽ നിന്ന് അല്പസമയമെങ്കിലും മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠനം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. നമ്മൾ ഇവിടെ നിന്ന് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലോ മറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കോ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുന്ന ആദ്യം ചോദിക്കുന്ന എത്ര മണിക്കൂർ എനിക്ക് ജോലി ചെയ്യാൻ സമയം കിട്ടുമെന്നുള്ളതാണ്, അവസരം കിട്ടുമെന്നുള്ളതാണ്. കാരണം അതുകൊണ്ട് വേണം പഠിക്കണം എന്നുള്ളത്. നമ്മൾ കേരളത്തിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ, പഠിക്കുക എന്ന് പറയുന്ന സമയത്തിന്റെ കൂടെ മറ്റൊന്നും ചെയ്യരുത് എന്ന് വിശ്വസിക്കുന്നതാണ്.
ഇപ്പൊ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളെ ലൈഫിന്റെ ഡിസൈൻ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കും. നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ വി മസ്റ്റ് ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് അവർ ലൈഫ്. അത് വലുതായാലും ചെറിയവരായാലും നമ്മളെ ജീവിതം ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളത് നിശ്ചയിക്കുന്നത് മറ്റൊരാളല്ല, നമ്മൾ തന്നെയാണെന്നും അത് നമ്മൾ എങ്ങനെ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന യൂണിവേഴ്സലി പ്രപഞ്ചശക്തി നൽകിയിരിക്കുന്ന എല്ലാവർക്കും തുല്യമായി നൽകിയിരിക്കുന്ന 24 hours, ഇവിടുത്തെ ഈ പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ അധിപനായിരിക്കുന്ന ട്രംപും ഇന്ത്യയുടെ അധിപനായിരിക്കുന്ന നമ്മുടെ നരേന്ദ്രമോദി സാറും, അതല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ പിണറായി വിജയൻ സാറും ഒക്കെ നമ്മളെയൊക്കെ ഈ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, അല്ലെ അവരൊക്കെ ഈ ലോകത്തിന്റെ ഉള്ളിൽ ഇങ്ങനെയുള്ള അവരുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് കൊടുത്തിരിക്കുന്ന ഈ 24 മണിക്കൂർ നമുക്ക് കിട്ടിയിരിക്കുന്നതും ദയേ 24 മണിക്കൂർ. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് ഉണ്ടാകാം. വേറെ പലതും നമ്മൾ പറയുന്നതാണ്, അവര് ഇന്ന പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഇന്ന സൗകര്യം ഉണ്ടായിരിക്കാം, മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇന്ന സൗകര്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഒരു മിനിറ്റ് പോലും എക്സ്ട്രാ ഒരു മുഖ്യമന്ത്രിക്കോ ഒരു പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ സച്ചിൻ തെണ്ടുൽക്കർക്കോ ഷാറൂഖ് ഖാനോ അമീർ ഖാനോ സലാം ഖാനോ സൽമാൻ ഖാനോ ഏത് ഖാനായാലും ആർക്കും ഒരു മിനിറ്റ് പോലും അധികം കൊടുത്തിട്ടില്ല. നമുക്ക് എല്ലാവർക്കും അത് തന്നിട്ടുണ്ട്. ഇവർ ഈ 24 മണിക്കൂറിനെ എങ്ങനെ പാക്കേജ് ആയിട്ട് എങ്ങനെ ഇഫക്റ്റീവായി യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ വിജയം തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നമ്മളുടെ സമയത്തെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആത്മപരിശോധന ആത്മാർത്ഥമായി നടത്തുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ സമയത്തെ നിങ്ങളുടെ സമയത്തെ ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചിട്ട് നിങ്ങൾ ഒരു നോട്ട് ബുക്കിൽ എഴുതിയെടുത്താൽ അതിന്റെ അടിയിൽ നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ അടിയിൽ ഒരു വരയിട്ടിട്ട് എഴുതാം, ഞാൻ ഇന്നയാളായി തീരുമെന്ന്, അല്ലെങ്കിൽ ഞാൻ ഇന്നയാളായി തീരുമെന്ന്. ഒരു കാര്യം, നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതാണ് നമ്മൾ കൊയ്യുന്നത്. വിതയ്ക്കാത്തത് ഒന്നും തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കൊയ്തെടുക്കാൻ പറ്റില്ല. സമയമാണ് നമ്മളുടെ വിത്ത് എന്ന് പറയുന്നത്, സമയമാണ് നമ്മൾ അതിന് ഉപയോഗിക്കുന്നത്, ആ സമയത്തെ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇവിടെ നമ്മൾക്ക് ഈ ഞാൻ എൻ്റെ ഈ ജസ്റ്റ് ഗെറ്റ് സമ്മറൈസ് ദിസ് വൺ, അതായത് നമ്മളിവിടെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾക്ക് നമ്മളെ സമയത്തെ നമ്മളെ ലൈഫിനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് വി മസ്റ്റ് ഹാവ് എ പ്ലാൻ. നമുക്കൊരു പ്ലാൻ അല്ലെങ്കിൽ ഗോൾ ഓർ വിഷൻ ഉണ്ടായിരിക്കണം. എന്താണ് ഞാൻ എൻ്റെ സമയം കൊണ്ട് ചെയ്യേണ്ടത്, ഞാൻ ആയിത്തീരേണ്ടത് എന്നുള്ള ഒരു ദീർഘവീക്ഷണം നമുക്കുണ്ടായിരിക്കും. പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പഠനത്തിൻ്റെ അകത്ത് ഞാൻ ഇന്ന സ്ഥലത്താണ് എത്തിച്ചേരേണ്ടത്. ബിസിനസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ബിസിനസ്സിൽ മൈ പ്ലേസ് ഷുഡ് ബി നെക്സ്റ്റ് ഇയർ ഓർ വിത്തിൻ 5 years ഞാൻ ഇന്ന സ്ഥലത്തായിരിക്കണം. ഞാൻ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷൻ ആണെങ്കിൽ ആ പ്രൊഫഷനിൽ എൻ്റെ ഒരു പൊസിഷൻ ഇന്നതായിരിക്കണം എന്നുള്ള നമ്മളുടെ ഒരു വ്യക്തമായിരിക്കുന്ന ഒരു പിക്ചർ ഉണ്ടാക്കി ആ പിക്ചറിന് അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സമയത്തെ ഡിവൈഡ് ചെയ്തിട്ട് ഘട്ടം ഘട്ടമായി ഡെയിലി, വീക്കിലി, മന്ത്ലി, ഇയർലി ആയിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്നിട്ട് അത് അച്ചീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടായിരിക്കുക. ആ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോട്ട്ബുക്കിലോ മറ്റോ എഴുതി വെക്കുക. പിന്നെ ആ നോട്ട്ബുക്ക് കാണാതെ പോകുന്നതായിരിക്കും. നമ്മളെ കയ്യിലോ മനസ്സിൽ കുറിച്ചെടുക്കുന്നത് പോലെ എവിടെയും ഭദ്രമായിട്ട് ഒരു സ്ഥലത്ത് കുറിച്ചിടുക. എന്നിട്ട് ഇടക്കിടക്ക് അതിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നീട് ഒരു കാര്യം, സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളത്. നേരത്തെ ഇവിടെ നമ്മള് ഈ വിശ്വനാഥ് പറഞ്ഞിരിക്കുന്ന പോലെ സമയത്തെ നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. നമ്മൾക്ക് അവൈലബിൾ ആയിരിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. നമുക്ക് TV-യിൽ പലതരം സീരിയലുകൾ കാണേണ്ടി വരും, പലതരം ടോക്ക് ഷോസ് കാണേണ്ടി വരും, ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ വന്നിരിക്കുന്ന മെസ്സേജുകൾ നോക്കേണ്ടി വരും. അങ്ങനെ അനന്തമായിരിക്കുന്ന കാര്യങ്ങൾ നമുക്കുണ്ടാവും. ഫ്രണ്ട്സിന്റെ കൂടെ പോകേണ്ടി വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നതിന് ആവശ്യമായ രീതിയിൽ എങ്ങനെ സമയത്തെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യും എന്നുള്ളതാണ്. ആ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിലാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പഠിക്കുന്നവനാണെങ്കിൽ ആ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന പുസ്തകങ്ങളും നമ്മൾ കാണുന്ന ഷോകളും ഒക്കെ നിശ്ചയിക്കുന്ന അതിന്റെ ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത് നോക്കണം. നമ്മളൊരു ബിസിനസ്സിനാണ് പോകുന്നതെങ്കിൽ ബിസിനസ്സിലെ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയമാണ്. നമ്മളെ ബിസിനസ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ സമൂഹത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് തന്നെ നിലവിൽ പഠിച്ചിരിക്കുന്ന സ്കില്ലുകൾ പോലെങ്കിൽ അത് അൺലേൺ ചെയ്യാനും പുതിയ റീസ്കില്ലിങ്ങും സ്കില്ലിങ്ങിനും ഒക്കെ നടക്കുന്നുണ്ടോ നോക്കണം. അതിനനുബന്ധമായിരിക്കുന്ന വെബിനാറുകളോ ടോക്കുകളിലോ ഒക്കെ നമ്മൾ നോക്കണം. അങ്ങനെ സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യാനുള്ള സമയത്തെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഒന്ന്, നമ്മളുടെ ഞാൻ പേഴ്സണലി തോന്നുന്ന ഒരു കാര്യം, സമയത്തെ ഡിവൈഡ് ചെയ്തിട്ട് കൊണ്ടുണ്ട്. ഒന്ന്, നമ്മളൊരു പ്രൊഫഷൻ അല്ലെങ്കിൽ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു സമയം. 2, നമുക്കൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യും. അത് കുട്ടികൾ മുതൽ മുതിർന്നവർ വരെയുള്ളവരാണ്. അച്ഛനമ്മമാരെ സഹായിക്കുന്നത്, അതല്ലെങ്കിൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യുന്നത്. മുതിർന്നവരാണെങ്കിൽ അവരെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയം, ഫാമിലിക്ക് കൊടുക്കുന്ന മറ്റു സ്പൗസസിന് കൊടുക്കുന്ന സമയം, ഇതിലൊക്കെ ഒരു റീസണബിൾ ടൈമും ക്വാളിറ്റി ടൈമും കൊടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ഒരു സോഷ്യൽ ആനിമലാണ്. ഇന്ന് നമ്മൾ കാണുന്നത് എന്തൊക്കെയാണോ ഉള്ളത്,
അതെല്ലാം നമ്മൾ കൊണ്ടുവന്നതല്ല, പലതും തന്നെ നമ്മൾ ഇൻഹെറിറ്റ് ചെയ്താണ്, ആരോ തന്നിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ സമയം ചെലവഴിക്കുന്നുണ്ടോ? തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സമയം എന്തെങ്കിലും ചെലവഴിക്കുന്നുണ്ടോ? പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു സ്പിരിച്വലാണ്. സ്പിരിച്വൽ ആൻഡ് പേഴ്സണലാണ്. സ്പിരിച്വൽ പ്രത്യേകിച്ച് പേഴ്സണൽ ആയിരിക്കുന്ന ഒരു സമയം, കാരണം നമ്മളെ ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നത്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കൊറോണ ബാധിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ COVID-19 ഏത് ഗതിയിലേക്ക് പോകുമെന്ന് ലോകത്തിൽ ആർക്കും അറിയില്ല. ലോകത്തിൽ അറിവുള്ളവരും ഗവേഷകന്മാരും ഒക്കെ പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം നമ്മളെ ശാരീരികവും മാനസികവുമായിരിക്കുന്ന ഹെൽത്ത് ഭദ്രമാക്കി വെക്കുക എന്നുള്ളത്. അതിന് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് എന്തെല്ലാം രീതിയിലുള്ള എക്സസൈസ് ചെയ്യാൻ പറ്റും, ഇതെല്ലാം നല്ല നല്ല പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റും, നല്ല നല്ല ഷോങ് കേൾക്കാൻ പറ്റുന്ന അങ്ങനെ മൈൻഡിനെയും ശരീരത്തിനെയും ശക്തിപ്പെടുത്തേണ്ടതിന് വേണ്ടിയിട്ടുള്ള പേഴ്സണൽ ടൈം. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത് ഒരു സ്പിരിച്വൽ ടൈമാണ്. സ്പിരിച്വൽ ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞ രണ്ടെണ്ണമാണ്. സ്പിരിച്വൽ എന്ന് പറയുന്നത് കേൾക്കുന്ന ഉടനെ തന്നെ മതപരമായിരിക്കുന്ന ചിന്തകളെക്കപ്പുറം അത് ഒരു അനന്തമായിരിക്കുന്ന പ്രപഞ്ചത്തിന്റെ അനന്തമായിരിക്കുന്ന ഒരു ശക്തിയെ കുറിച്ചിട്ടുള്ള ഒരു അന്വേഷണത്തിൽ നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന്. അതിനു വേണ്ടിയിട്ട് നമുക്ക് സമയം, അത് അനന്തതയെ നമ്മൾ ഉപാസിക്കും തോറും അനന്തമായിരിക്കുന്ന ആനന്ദം ഉണ്ടായിരിക്കും എന്നുള്ള അതിന്റെ പ്രത്യേകത. അനന്തതയെ നമ്മൾ ഫൈനൈറ്റ് ആയിരിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ അതിന് കിട്ടുന്ന ഫൈനൈറ്റ് ആയിരിക്കുന്ന ലിമിറ്റഡ് ആയിരിക്കുന്ന സന്തോഷമായിരിക്കും. ഇൻഫിനിറ്റിനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇൻഫിനിറ്റിനെ കുറിച്ച് നമ്മൾ നിരന്തരമായി ഉപാസിച്ചുകൊണ്ട് ഇൻഫിനിറ്റ് ഹാപ്പിനെസ് കിട്ടും. അതിനോട്ടാണ് അതിനെ ബ്ലിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മളെ ടൈമിനെ നമ്മൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഏത് കാര്യത്തിന് ഏത് രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത്. സ്റ്റീഫൻ കോവേ എന്ന് പറയുന്ന ലോകത്തിലൊരു ഹൈലി മോട്ടിവേഷണൽ സ്പീക്കർ ആൻഡ് റൈറ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് തിങ് ഫസ്റ്റ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ ഇതിന്റെ ഒരുപാട് ആളുകൾ ഇത് വായിച്ചിട്ട് വളർന്നിരിക്കുന്ന ആളുകൾ. അത്തരത്തിലുള്ള പുസ്തകങ്ങളിലൊക്കെ സമയത്തിന്റെ മാനേജ്മെന്റിനെ കുറിച്ചിട്ടും സമയത്തിന്റെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള നല്ല പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ കുറേ കൂടി നമ്മുടെ സമയത്തിന്റെ ടൈം കോൺഷ്യസ്നെസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ മെറ്റിക്കുലസും മേഴ്സിലെസ്സും ആയിരിക്കുന്ന ഒരു ഇവാലുവേഷനാണ്. ഓരോ ദിവസവും അവസാനിക്കുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ നഷ്ടപ്പെടുത്താൻ പോകുമ്പോൾ അല്ലെങ്കിൽ തീർന്നു പോകുന്ന സമയത്ത് ആ ഒരു ദിവസം നമ്മൾ 24 hours എങ്ങനെ ചെലവഴിച്ചു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ചിന്തയാണ്. നമ്മൾ ചെലവഴിച്ചിരിക്കുന്ന സമയം ഇങ്ങനെ ആയിരുന്നു വേണ്ടിയിരുന്നത്, ഇനി എങ്ങനെ അതിനെ മെച്ചപ്പെടുത്താൻ പറ്റും. കഴിഞ്ഞു പോയിരിക്കുന്ന സമയങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ച് വ്യാകുലപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയി. ബൈഗോൺസ് ആർ ബൈഗോൺസ്. ഇനി വരുന്ന നെക്സ്റ്റ് ഡേയില് നമ്മൾ എങ്ങനെ സമയത്തെ നന്നാക്കി ഉപയോഗിക്കും, കഴിഞ്ഞതിൽ വന്നിരിക്കുന്ന അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഇനി എങ്ങനെ നമ്മൾ മെച്ചപ്പെടുത്തും എന്നുള്ള. നമ്മൾക്ക് വന്നിരിക്കുന്ന അപാകതകൾ വേറെ ആരുടെയും പേരിൽ കെട്ടിവെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ എന്ത് പറ്റില്ല, ഈ കറക്ഷൻസ് പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മേഴ്സിലെസ് ആയിരിക്കുന്ന വളരെ മെറ്റിക്കുലസ് ആയിരിക്കുന്ന ഒരു ഇൻട്രോസ്പെക്ഷൻ, ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് പിന്നെയും മുന്നോട്ട് പോകുക. അങ്ങനെ സമയത്തെ വ്യക്തമായിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടാകുകയും ആ വ്യക്തമായ പ്ലാനുകൾക്ക് ആയ രീതിയിൽ സമയത്തെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് ടൈം ടേബിൾ ചെയ്ത് കൊണ്ടുപോവുകയും അതിനെ നമ്മൾ വളരെ ഇടയ്ക്കിടയ്ക്ക് അതിനെ കൃത്യമായിട്ട് ആത്മപരിശോധനയ്ക്ക് വിധേയമാവുകയും ചെയ്താൽ നമ്മളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും. നമ്മൾ എന്താണോ ഐഡന്റിറ്റി വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, സമയത്തെക്കുറിച്ച് നിങ്ങൾ സമയത്തിന് മുമ്പിൽ നിങ്ങൾ എന്താണോ ഉപാസിച്ചിരിക്കുന്നത് ആ ഒരു ഐഡന്റിറ്റി നിങ്ങൾക്ക് വരും. നിങ്ങൾ സമയത്തിന് മുമ്പിൽ നിങ്ങൾ അറിയപ്പെടുന്നവനും ആരാധിക്കപ്പെടുന്നവനുമായിരിക്കുന്ന സ്നേഹിക്കപ്പെടുന്നവനുമായിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രൂപത്തിൽ സമയം നിങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. അതെല്ലാം നിങ്ങൾ സമയം വെറുതെ വേസ്റ്റ് ആക്കി പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷം നൽകാത്ത ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിട്ട് നമ്മൾ മാറും. ഇവിടെ ചോയ്സ് നമ്മളുടേതാണ്. നമ്മളെ മുമ്പിൽ 24 മണിക്കൂർ ഒരു ടോക്ക് സീരീസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ വരാൻ പോകുന്നതിൽ പല ടോപ്പിക്കുകളും നമ്മൾ ഇത്തരത്തിൽ കണക്റ്റഡ് ഉള്ളതായിരിക്കും. നിങ്ങളുടെ ഞങ്ങൾക്ക് ചോദ്യങ്ങളിലേക്ക് വേണമെങ്കിൽ പോവാം. ആരെങ്കിലും ചോദിക്കാനുള്ള കാര്യങ്ങൾ. താങ്ക് യു സാർ. ആനന്ദാണ്. ഹലോ, ആനന്ദാണ് സാർ. ഞാൻ ആനന്ദ് MBTയുടെ റെപ്രസെന്റേറ്റീവ് ആണ്. നമ്മളിപ്പോ സാറിന്റെയും വിശ്വനാഥ് സാറിന്റെയും രണ്ട് വളരെ ഗംഭീരമായിട്ടുള്ള ടോക്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോ നമ്മള് ഒന്ന് പ്രിസൈസ് ആയിട്ട് കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ വിശ്വനാഥ് സാർ പറഞ്ഞത് ഡെഡിക്കേറ്റ് ദ ടൈം. നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്കും പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടും സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്നിടത്താണ് അതിന്റെ ഒരു ഫുൾ യൂട്ടിലൈസേഷൻ ഓഫ് ടൈം വരുന്നത്. വിജയൻ സാർ പറഞ്ഞത് നമ്മുടെ ടൈം എങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ ഐഡന്റിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് രണ്ടും ലിങ്ക്ഡ് ആണ്. രണ്ടുപേരും പറഞ്ഞ കാര്യങ്ങൾ രണ്ടും
ലിങ്ക്ഡ് ആണ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫേസ്ബുക്കിൽ വന്നേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നമ്മൾ ലോ പേപ്പർ സിവിൽ സർവീസ് എക്സാമിന് ഉണ്ടായിരിക്കുമോ? അർജിത് വേണുഗോപാലാണ് ചോദിച്ചേക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് വിശ്വനാഥ് സാറിനോടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ലോ പേപ്പർ സിവിൽ സർവീസ് എക്സാമിന് ഉണ്ടായിരുന്നു. മാത്രമല്ല ലോ പഠിക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് പരീക്ഷയ്ക്ക് വേണ്ടി പ്രസന്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അർജിത് വേണുഗോപാൽ ചോദിച്ചേക്കുന്ന ചോദ്യം. എന്നോടാണോ? ആണെന്ന് തോന്നുന്നു, വിശ്വാസ് സാറിനാണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ആർക്കാണെന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല. ഒരു സജഷൻ, ഈ കരിയർ ഗൈഡൻസിന്റെ ഒരു സെക്ഷൻ നമ്മൾ നോക്കും. അപ്പം ഈ ക്വസ്റ്റ്യൻ വിശ്വനാഥ് ആൻസർ ചെയ്യട്ടെ. നമ്മൾ ബേസിക്കലി ഈ പർട്ടിക്കുലർ ടോപ്പിക്കലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ടൈം കോൺഷ്യസ്നെസിന്റേതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ളതെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കുന്നതായിരിക്കും നല്ലത്. പ്ലീസ് ആൻസർ. സർ, അത് ഞാൻ വളരെ ഷോർട്ടായിട്ട് പറയാം സർ. അതിനകത്ത് ക്വസ്റ്റ്യൻ കുറച്ച് വേഗാണ്. UPSC സിവിൽ സർവീസ് പ്രിപ്പറേഷന് ലോ എന്ന് പറയുന്നത് ഒരു ഓപ്ഷണൽ പേപ്പറായിട്ട് ലോ ഉണ്ട്. നമുക്ക് ഒരു കമ്പൾസറി ആയിട്ട് ഒരു ഓപ്ഷണൽ പേപ്പർ ഉണ്ട്, അതിലകത്ത് ലോയും പെടുന്നതാണ്. ജനറലി ആസ് ജനറൽ ആസ്പിറന്റ് എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കോമൺ ലോസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ മദർ ലോ ആയിട്ടുള്ള ബേസിക് കോൺസ്റ്റിറ്റ്യൂഷനും അലൈഡ് ആയിട്ടുള്ള കുറച്ച് ബേസിക് ലീഗൽ സംഗതികൾ മാത്രമാണ് അതിനകത്തുള്ളൂ. അല്ലാതെ ലോ ആസ് എ സെപ്പറേറ്റ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് അതിനകത്തുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഷിജി മാഞ്ഞൂരാൻ ചോദിച്ചേക്കുന്ന ചോദ്യം. നമ്മളിപ്പോ നമ്മുടെ ഒരു പോസ്റ്റ് കോവിഡിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു സിനാരിയോ ആണ്. ദ ക്ലാസ്സസ് ഹാവ് ബീൻ ഷിഫ്റ്റഡ് ടു ഓൺലൈൻ ക്ലാസ്സസ് മോർ ദാൻ ഫിസിക്കൽ ക്ലാസ്സസ് കട്ട് ആയിരിക്കുകയാണ്. അപ്പൊ പേരൻസ് ഇപ്പോൾ ദേ ആർ പേയിങ് മോർ അറ്റൻഷൻ ടു ഓൺലൈൻ ക്ലാസ്സസ് ദാൻ ചിൽഡ്രൻ. അപ്പൊ ഇതിങ്ങനെ ഈ ക്ലാസ്സിന്റെ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ടൈം മാനേജ്മെന്റ് എങ്ങനെ നമുക്ക് ഇഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ഷിജി മാഞ്ഞൂരൻ ചോദിച്ചേക്കുന്നത്. Sir, I think Vijayan sir can answer that, sir. Can you repeat once again? Sir, ഈ ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നടക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മറ്റൊരു ഡെഡിക്കേറ്റഡ് ടൈം ഉണ്ടാവുമല്ലോ ക്ലാസ്സുകൾക്ക്. സ്കൂൾ അവേഴ്സിനാണെങ്കിൽ ഒരു ഡെഡിക്കേറ്റഡ് ടൈം ഉണ്ടാവും. വേർ ദ ചിൽഡ്രൻ ആർ ഗോയിങ് ടു ദ സ്കൂൾ എനിവേ. ഇപ്പൊ നമ്മൾ ഓൺലൈൻ വീട്ടിൽ ഇരുന്ന് ചെയ്യുന്ന സമയത്ത് ഈ ഓൺലൈൻ ക്ലാസ്സസ് നടക്കുമ്പോൾ പേരൻസ് ആർ ഫോക്കസിങ് മോർ ഓൺ ഓൺലൈൻ ക്ലാസ്സസ് ദാൻ ചിൽഡ്രൻ എന്നുള്ളതാണ് ഷിജി മഞ്ജുരന്റെ ഒബ്സർവേഷൻ. സോ ഹൗ ഡു വി മാനേജ് ടൈം? ഈ സാധനത്തിനകത്ത് ഈ ടൈം മാനേജ്മെന്റ് ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ഇറ്റ് ഫോർ ഓൺലൈൻ ക്ലാസ്സസ്? അതിലൊരു കാര്യം തന്നെ, ഓൺലൈൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 to 5 hours അല്ലെങ്കിൽ 3 to 4 hours മാത്രമേ നടക്കൂ. അപ്പൊ അത്രയും ആ സമയത്തല്ലേ അവർക്ക് അതിൽ നോക്കാൻ പറ്റുള്ളൂ. ബാക്കി സമയം മുഴുവൻ തന്നെ കുട്ടികൾക്കുള്ള സമയം തന്നെയല്ലേ. കാരണം കുട്ടികൾ നേരത്തെ സ്കൂളിൽ പോകുന്ന സമയം, സ്കൂളിലേക്കുള്ള ട്രാവലിംഗ് ടൈമും കൂടി മൈനസ് ചെയ്തിട്ടാണ്. എനിക്കൊരു സംശയം. അപ്പൊ അത് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് അവരുടെ കുട്ടികൾക്കുള്ള അറ്റൻഷൻ കുറയാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയപ്പോൾ കുട്ടികൾക്കുള്ള അറ്റൻഷൻ കൂടി കുറച്ചുകൂടി കൂടുതലായി പോയോ എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ട്. വീട്ടിനകത്തിരിക്കുന്നു, കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നൊക്കെ നോക്കുന്നു, പിന്നെ ടീച്ചർമാർ നോക്കും. ടീച്ചർമാർക്കൊക്കെ വലിയ ടെൻഷനായിട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ടീച്ചേഴ്സിനൊക്കെ പാരന്റ്സ് ഒക്കെ ക്ലാസ്സുകൾ കാണുന്നു ഒക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാകുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് ഈ പ്രശ്നത്തില്ല. പക്ഷെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടാകുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ഇവിടുത്തെ അറ്റൻഷൻ അല്ല, ഒരു പിയേഴ്സിന്റെ ഇടയിൽ കിട്ടുന്ന അല്ലെങ്കിൽ അവരുടെ സഹപാഠികളും മറ്റുമൊക്കെ ഉണ്ടാകുന്ന ഒരു ഇന്ററാക്ഷൻ. പിന്നെ അവർക്ക് ഇപ്പൊ ഒരു വലിയ ഒരു പ്രശ്നം ഞാൻ കണ്ടിരിക്കുന്ന ഓൺലൈൻ ക്ലാസ്സിൻ്റെതും, എല്ലാ കുട്ടികൾക്കും ഒരേപോലെ അറ്റൻഷൻ സ്പാൻ ഉള്ള ആളുകളായിരിക്കില്ല. അപ്പൊ അവര് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്ന സമയത്ത്, നേരത്തെ ഒരു ക്ലാസ് റൂമിലാണെങ്കിൽ 10-40 കുട്ടികളുണ്ടെങ്കിൽ ടീച്ചറുടെ ഒരു കണ്ണിന്റെ ഒരു 2 കണ്ണുകൾക്ക് ആ ഫേസിനുള്ളിൽ ഇത് വരുമായിരുന്നു. അപ്പൊ അത്ര ഒരു അറ്റൻഷൻ കിട്ടാത്തതൊക്കെ കുറച്ച് പഠനത്തെ ബാധിച്ചേക്കുന്നില്ല. ഇതിനേക്കാളൊക്കെ ഒരു സീരിയസ് ഇഷ്യൂ പിന്നെ ഉള്ളത് ഈ ഓൺലൈനിൽ കേൾക്കാനും കാണാനും ഉള്ള സൗകര്യം എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കുന്ന കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അത് നമ്മളെ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ പ്രശ്നങ്ങളായിരിക്കും. ഇപ്പൊ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ഒക്കെ അതിലൊരു കുറെ കാര്യങ്ങൾ മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട്. കാരണം ഇപ്പൊ TV ചലഞ്ച് എന്നുള്ള ഒരു പേരിലൊക്കെ എനിക്ക് തോന്നുന്നു 100-400ഓളം ടിവികളൊക്കെ വാങ്ങിച്ച് ഓരോ ടിവികളില്ലാത്ത വീട്ടിലേക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഗ്യാപ്പ്. സംസാരിക്കുന്ന ഒരു പേര് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സംസാരിക്കണം പ്ലീസ്. സാർ, ഞാൻ ഗോവിന്ദാണ്. എവിടെന്നാ ഗോവിന്ദ്? ഞാനിപ്പോ നെടുമൺകാവ്, കൊല്ലം. പറയൂ, ചോദിക്കൂ. സാർ, എന്റെ ചോദ്യം വിശ്വനാഥ് സാറിനോടാണ്. പറയൂ.
സാറ് പറഞ്ഞു നമുക്ക് ഹാപ്പി ആണെന്ന് തോന്നുന്ന സമയത്തോട് ഹാപ്പി ആണ് എന്ന് നമുക്ക് തോന്നുന്നിടത്തോട് നമ്മുടെ സമയം യൂസ് ചെയ്യണം എന്നാണ്. പറഞ്ഞോളൂ. അപ്പോ നമുക്കൊരു ഇപ്പോ നമ്മുടെ പേരൻസിനെ വിട്ടു വരാൻ പറ്റാത്തൊരു സാഹചര്യത്തില് എനിക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞാൽ ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കണം? അല്ലല്ല, ഇത് ഈ സാധനങ്ങളെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പം ഉദാഹരണത്തിന് പാരന്റ്സിന്റെ ഒപ്പം ഇരിക്കണം, അല്ലെങ്കിൽ പാരന്റ്സിന്റെ കൂടെ ഇരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവണം ആക്ച്വലി നമ്മൾ ആ പ്ലെയിനിൽ നിന്ന് നമ്മൾ പാരന്റ്സിന്റെ അടുത്ത് നിന്ന് പോയി എന്ന് അവർക്കും തോന്നുന്ന ഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ എക്സാക്ട്ലി പറയാൻ ഉദ്ദേശിച്ചത്. ഈ സമയം എന്ന് പറയുന്നത് സഫീഷ്യന്റ്ലി നമ്മൾ അവിടേക്ക് സപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പം ഗോവിന്ദ് അല്ലേ സംസാരിക്കുന്നത്? ഗോവിന്ദ് ഇപ്പം US ആമസോണിൽ ജോലി കിട്ടിപ്പോയി. Amazon.com എന്ന് പറയുന്ന കമ്പനിക്കകത്ത് ജോലി, എക്സ്ട്രീംലി ഹൈ പേയിങ് ജോബാണ്. അവിടെ എത്തുമ്പോൾ ഗോവിന്ദിനെ സംബന്ധിച്ചിടത്തോളം ടൈം സോൺ രണ്ടാണ്. ഗോവിന്ദിന്റെ ഫാമിലി ഇരിക്കുന്നത് ഇന്ത്യയിലാണ്. ഗോവിന്ദ് എഴുന്നേറ്റിരിക്കുമ്പോൾ ഗോവിന്ദിന്റെ അച്ഛനും അമ്മയും ഉറങ്ങുമായിരിക്കും. അച്ഛനും അമ്മ എഴുന്നേറ്റിരിക്കുമ്പോൾ ഗോവിന്ദ് ഉറങ്ങുമായിരിക്കും. സോ എക്സാക്ട്ലി അവിടെയാണ് ഞാൻ പറഞ്ഞ ഇമ്പോർട്ടൻസ്, ഹൗ യു യൂട്ടിലൈസ്. അപ്പം ഗോവിന്ദ് കുറച്ച് നേരം ചിലപ്പം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് അച്ഛനമ്മയും വിളിക്കേണ്ടി വരും. സോ ആ പ്ലെയിൻ സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് എ കോൾ ടു യുവർ മം ആൻഡ് ഡാഡ്, അത്രയും നേരത്തെ ആ ഗ്യാപ്പ് രണ്ടു പേർക്കും, അതായത് നിങ്ങളുടെ സമയം അത് പ്രൈമറിലി ഗോവിന്ദിന്റെ സമയമാണത്. ആ സമയം കൊണ്ട് ഈ നാട്ടിലിരിക്കുന്ന അച്ഛനും അമ്മയും ഹാപ്പിയാണ്, അവിടെ ഇരിക്കുന്ന ഗോവിന്ദ് ഹാപ്പിയാണ്. സോ ആക്ച്വലി ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസും ഒരു കാരണവശാലും ഞാൻ പറഞ്ഞ പോയിന്റിനെ നെഗേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ടല്ല, ഈ പോവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതെങ്കിൽ, പോവാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് വന്നത്, അവിടെയാണ് ഞാൻ പറഞ്ഞത് പ്രയോറിറ്റൈസേഷൻ. നിങ്ങളെല്ലാം കൊച്ചു ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളായതുകൊണ്ട് നിങ്ങൾ ആ ഘട്ടത്തിൽ കൂടെ പോയിട്ടില്ല. പക്ഷെ ജീവിതത്തിൽ എപ്പോഴും ലോസ്റ്റ് ഫീലിംഗ് എല്ലാത്തിനകത്തും ഉണ്ടാവും. ഇപ്പം എനിക്കും ഉണ്ട്. ഞാൻ തുറന്നു പറയുന്നില്ല, ഞാൻ +2 കഴിഞ്ഞതിന് ശേഷം നേരിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി CA എന്ന് പറയുന്ന കോഴ്സ് സ്റ്റാർട്ട് ചെയ്തതാണ്. അത് റിലേറ്റീവ്ലി ബുദ്ധിമുട്ടുള്ള ഒരു കോഴ്സാണ്. ഞാൻ കോളേജ് ലൈഫിൽ പോയിട്ടില്ല. എനിക്കത് വലിയ നഷ്ടബോധമായിരുന്നു. എനിക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നിയിട്ടുള്ളതാണ്. ആക്ച്വലി അതും ഞാൻ പറയുകയാണെങ്കിൽ അന്ന് ഞാൻ പ്രയോറിറ്റൈസ് ചെയ്തൊരു ടൈമാണ്. അന്ന് എന്നെ ഉപദേശിച്ചവർ എൻ്റെ അടുത്ത് പറഞ്ഞത് 4 വർഷത്തിനുള്ളിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവാം, കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 3 വർഷം പോകും, അപ്പൊ 7 വർഷം. അന്നത്തെ എന്റെ കാൽക്കുലേഷനിൽ ആ 7 - 4 ആ 3 വർഷം ഞാൻ ഗെയിൻ ചെയ്തു എന്നുള്ളൊരു വിശ്വാസമായിരുന്നു എനിക്ക്. പക്ഷെ പിന്നീട് ഞാൻ ആലോചിക്കുമ്പോൾ ആ 3 വർഷം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയതെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷെ അതായിരിക്കും എന്നെ റീതിങ്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വേറൊരു പ്രൊഫഷനിലോട്ട് പോകാനുള്ള കാരണം കൂടി. സോ ഇതൊന്നും ഞാൻ പറഞ്ഞല്ലോ, ഇൻഡിവിജ്വൽ പെർസെപ്ഷനുകളാണ് ഏത് രീതിയിലാണ് നമ്മൾ അതിനെ കാണുന്നത്. ഇപ്പം വലിയൊരു ഓപ്പർച്യൂണിറ്റി വന്നു, മറ്റൊരു ഓപ്ഷൻ കൊണ്ട് നമുക്കത് പോകാൻ പറ്റുന്നില്ല, അതിനകത്തൊന്നും വിഷമിക്കേണ്ടായിട്ടില്ല. അത് ലൈഫാണ്, ഇറ്റ് വിൽ ഗോ ഓൺ. അതിനകത്ത് നമ്മൾ എന്തിനകത്താണോ സാറ്റിസ്ഫാക്ഷൻ കാണുന്നത് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്താലാണ് നമ്മുടെ ലൈഫിന് മീനിങ് ഉണ്ടാവുള്ളൂ. മേ ബി സൊസൈറ്റി ആസ് എ ഹോൾ ഗ്രൂപ്പ് ലാർജർ പിക്ചറിനകത്ത് നമ്മൾക്ക് ചെറുപ്പമോ വലുപ്പമോ തോന്നിക്കാൻ പറ്റുള്ളവർക്ക്. പക്ഷെ ഓവറോൾ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു ചെറിയൊരു സബ്സെറ്റ് ഉണ്ട് നിങ്ങൾ എന്ന് പറയുന്നത്. ഗോവിന്ദാണെങ്കിൽ ഗോവിന്ദും ഗോവിന്ദനെ ഇഷ്ടപ്പെടുന്നവരും ഗോവിന്ദ് ഇഷ്ടപ്പെടുന്നവരായിട്ടുള്ള ഒരു ലോകം. ആ ലോകമാണ് അൾട്ടിമേറ്റ്ലി ലോകം. അതെല്ലാ മനുഷ്യരുടെയും കാര്യത്തിൽ അങ്ങനെയാണ്. അതിന്റെ അപ്പുറത്തോട്ട് പ്രയാണം ചെയ്യുമ്പോഴും ഇവരെ ഒപ്പം കൊണ്ടുപോകുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ സക്സസ് ഉള്ളത്. നേരത്തെ വിജയൻ സാറ് പറഞ്ഞ ഒരുപാട് എക്സാമ്പിളുകൾ ഉണ്ട്. അവരെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അവരോടൊപ്പം ഉള്ളവർ, ഇപ്പം ഇതിന് മുന്നത്തെ US പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഫാമിലി ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ലൈഫ് നോക്കിക്കഴിഞ്ഞാൽ, who are there with him is still with him. അതിനകത്താണ് ഏറ്റവും കൂടുതൽ സക്സസ്. അപ്പൊ അതിന് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ഹൗ യു മീൻസ് യുവർ ടൈം, എത്രത്തോളം സമയം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സർ. ഹലോ ഹലോ ചോദിക്കൂ, ആരാണത്? ഹലോ, ഞാൻ ഏക്നാഥാണ്. എന്റെ ക്വസ്റ്റ്യൻ വിജയൻ സാറിനോടാണ്. ഏക്നാഥ്, പേര് ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് സംസാരിക്കും. ഏക്നാഥ്, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. ഒന്നില്ല, അവിടെ തന്നെ ഉണ്ട്. പറഞ്ഞോളൂ, പറഞ്ഞോ മോനെ. ഇപ്പൊ ഓൺലൈൻ ക്ലാസ് തുടങ്ങി, പിന്നെ കൊറേ ഓൺലൈൻ ക്ലാസ്സസിന്റെ ഇടയിൽ നെറ്റ്വർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട്.
അപ്പൊ ഇങ്ങനെ കുറെ സംഭവം ഉണ്ടാവും. അപ്പൊ ആൾക്കാരുടെ ക്ലാസ് മുടങ്ങുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്കൊരു എന്താ കോമൺ ടൈം ടേബിൾ ഉണ്ടാവും ആണ് എന്റെ ചോദ്യം. കോമൺ ടൈം ടേബിൾ എങ്ങനെ? അത് ഒരു കാര്യം നമ്മൾ ഇയാളെ പേരെന്താ പറഞ്ഞു? ഏക്നാഥ്. യജ്ഞാൻ, ഒരു കാര്യം, ഈ നിങ്ങള് യു മസ്റ്റ് റീഡ് ന്യൂസ് പേപ്പർ എവരി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും ന്യൂസ് പേപ്പർ വായിക്കണം, എല്ലാ ആളുകളും. കാരണം മനുഷ്യൻ കഴിഞ്ഞ ഒരു എത്ര കൊല്ലം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഏതായാലും കഴിഞ്ഞ 2 നൂറ്റാണ്ടിലൊന്നും അനുഭവിക്കാത്ത ഒരു വലിയ ഘട്ടത്തിലൂടെയാണ് നമ്മൾ ലോകം കടന്നത്. ഒരുപക്ഷെ മനുഷ്യന്റെ ചരിത്രത്തിൽ ആർക്കും തന്നെ പറയാൻ പറ്റാത്ത അറിവില്ലാത്ത ഒരു ഘട്ടത്തിലൂടെയാണ് പോകുന്നത്. നിങ്ങളറിയാം, ഈ ചൈനയിലെ വുഹാനിലെ ഡിസംബറിൽ റിപ്പോർട്ട് ചെയ്തിട്ട് ഇന്നിവിടേക്ക് എത്തുമ്പോൾ ഏകദേശം 4 ലക്ഷം ആളുകൾ COVID-19 ബാധമായിട്ട് മരിച്ചിട്ടുണ്ട്. ഒരുപാട് മരണം റിപ്പോർട്ട് ചെയ്യാതെ പോയിട്ടുണ്ട്. ലോകത്തിന്റെ ഇത്രയും ഗ്ലോബലി 200-ൽ പരം രാജ്യങ്ങളിൽ ഒരേ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമയത്തെ കൊണ്ട് പറഞ്ഞ മാതിരിയാണ്. യാതൊരു ഡിസ്ക്രിമിനേഷൻ, റിച്ച് ആൻഡ് പുവർ, ജാതി മതം ഒന്നും യാതൊരു വ്യത്യാസമില്ല, ആരെ വേണമെങ്കിലും കയറി പിടിക്കാവുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ ഒരു അസാധാരണമായിരിക്കുന്ന എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷനിൽ നമുക്ക് ഒന്നും പ്രവചനത്തിന് അതീതമല്ല. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ഇന്റർനെറ്റ് കമ്പനിയുടെ ആളാണ്, ഇ കൊമേഴ്സ് കമ്പനിയാണ് അലിബാബ. അതിന്റെ ഉടമയാണ് ജാക്മ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളെ രത്തൻ ടാറ്റ. ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വർഷത്തെ നമ്മുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അതിജീവിക്കുക എന്നുള്ളത്, ജീവനോടെ നിൽക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് ജീവനോടെ നമ്മൾ നിൽക്കുന്നതിന്റെ, ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നതിന്റെ കൂടെ നമ്മൾക്ക് എങ്ങനെ അവൈലബിൾ ആയിരിക്കുന്ന സമയത്തെ നമുക്ക് ഉപയോഗിക്കുക എന്നുള്ളത്. ഇവിടെ ഒരു പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു കോമൺ ടൈം ടേബിൾ ഒന്നും പറയുന്നത് കുറെ ഒരു ഗൈഡൻസേ ആകാൻ പറ്റും. നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മളുടെ ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരും ഈ കിട്ടിയിരിക്കുന്ന ഘട്ടത്തിൽ വെച്ചുകൊണ്ട് നമ്മളെ ടൈം ടേബിൾ ഉണ്ടാക്കണം. നിങ്ങൾ ഇനി മനസ്സിലാക്കാൻ പോണ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഇരിക്കുന്നതിൽ തന്നെ ചില കുട്ടികൾ സമയത്തെ വളരെ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പുതിയ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നുണ്ട്, ഈ വിക്ടേഴ്സിന്റെയും മറ്റു ചാനലിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിലും മറ്റും സെർച്ച് ചെയ്തിട്ട് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ അവർ അറിവുകൾ സമ്പാദിക്കുന്നു. അവരെ ടീച്ചേഴ്സിന്റെ ഫോണിൽ വിളിച്ചു നോക്കുന്നുണ്ട്, അവരെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അറിവ് സമ്പാദിക്കാനും ഒരു ഭാഗത്ത് ശ്രമിക്കുമ്പോൾ, മറ്റൊരു ഭാഗത്ത് ഞങ്ങളെ സ്റ്റുഡന്റ് പോലീസിലേക്ക് കുട്ടികളൊക്കെ വീട്ടിലിരുന്ന് മാസ്ക് ഉണ്ടാക്കിക്കൊണ്ടും അങ്ങനെ പല രീതിയിലുള്ള ഒരു തിരുവനന്തപുരം റൂറലിൽ പെട്ടിരിക്കുന്ന ശ്രീകാന്ത് ഒക്കെ പറഞ്ഞ ഒരു കുട്ടി അവന്റെ വീട്ടിലുള്ള ഒരു സ്പെയർ TV എടുത്തു കൊടുത്തു. അത് കണ്ടിട്ട് ആ സ്കൂളിലെ മറ്റു 13ഓളം TV കൊടുത്തേക്കുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് നമ്മളുടെ വ്യക്തിപരമായിരിക്കുന്ന ഡെവലപ്മെന്റിന് വേണ്ടിയിരിക്കുന്ന പഠനങ്ങളിലൊക്കെ നമ്മളുടേതായിരിക്കുന്ന ഒരു ഗൈഡ്, ഒരു ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യം. ആ സ്കൂളിൽ നിന്നും തരുന്നത് ഒരു ജനറൽ ഗൈഡ് ലൈൻസ് മാത്രമായിട്ട് കണ്ടാൽ മതി. അതിന് ബേസ് ചെയ്തിട്ട് അതിന് വേണമെങ്കിൽ നമ്മളെ പേരൻസിന്റെ ഒക്കെ സഹായം എടുക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ എക്സ്ട്രാ നോളജും അറിവും പിന്നെ കഴിവുകളും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ചെയ്യുന്നതാണ് ഇതിനെ നമ്മളൊരു അസാധാരണമായിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മൾ കണ്ടത്. അസാധാരണമായിരിക്കുന്ന സിറ്റുവേഷനിൽ അസാധാരണമായിരിക്കുന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു കോമൺ ഇതിന്റെ ടൈം ടേബിൾ എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മളൊരു സാധാരണ സമയത്തുള്ളതാണ്. ഇപ്പോഴുള്ളത് നമുക്ക് നമ്മുടെ ഈ സിറ്റുവേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിങ്ങളുടേതായിരിക്കുന്ന ഒരു പുതിയ ടൈം ടേബിളിലേക്ക് ഇതിനെ പോകേണ്ടതുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, ഏറ്റവും നന്നാക്കി പ്രധാനപ്പെട്ട ഒരു അതിന് വെക്കേണ്ടുന്ന ഒരു സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്, നമ്മളുടെ സമയത്തെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ടൈം ടേബിൾ ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. ആനന്ദ്, ഒരു 1 or 2 ക്വസ്റ്റ്യൻസ് എടുത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ അതിനകത്ത് വന്നിട്ടുള്ളത്, നമ്മുടെ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള സാധനം, CT മധു വിജയൻ സാറിനോട് ചോദിക്കുന്നത്, ഹൗ ഇമ്പോർട്ടന്റ് ഈസ് ടൈം ഇൻ എ പോലീസ് ഓഫീസേഴ്സ് ലൈഫ്? സാറ് ഒരു ഉദ്യോഗസ്ഥ നിലയിൽ ഒരുപാട് സംഘർഷങ്ങൾ നേടി വരും. അപ്പൊ പ്രീ പ്ലാൻ ചെയ്ത പലതും റീപ്ലാൻ ചെയ്യേണ്ടി വരും. ഈ ഘട്ടങ്ങളിൽ എങ്ങനെയാണ് സാറ് ടൈം മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. പോലീസ് ഓഫീസേഴ്സിന്റെ ലൈഫിൽ ടൈം ഇസ് സോ പ്രഷ്യസ്. ഉദാഹരണത്തിന് ഒരു സ്ഥലത്ത് ഒരു ഇൻസിഡന്റ് നടക്കുന്നു എന്നറിയാം. അവിടെ എത്ര ആസ് ക്വിക്കലി ആസ് പോസിബിൾ നമ്മൾ എത്തുന്നു, അത്രമാത്രം ഒരു പക്ഷെ അത്രയും ജീവനുകൾ രക്ഷപ്പെടുത്താൻ പറ്റിയ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒഫൻസ് നടക്കുന്ന സമയത്ത്, ആ ഒഫൻസ് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒരു പക്ഷെ പ്രതികൾ രക്ഷപ്പെടാതെ പിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു പക്ഷെ അല്പം വൈകി പോയിട്ടുണ്ടായിരുന്നെങ്കിൽ
ഒരു പക്ഷേ അയാൾ വല്ല ഫ്ലൈറ്റിൽ എവിടെയെങ്കിലും കയറിപ്പോയി. അങ്ങനെ ഒരുപാട് കേസുകൾ എന്റെയൊക്കെ തന്നെ അന്വേഷണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പല സമയത്തും ഗൾഫിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലേക്ക് എത്തി നിൽക്കുന്ന ആളുകളെ എയർപോർട്ടിന്റെ പരിസരത്ത് നിന്ന് പിടിച്ചുകൊണ്ട് വരുന്ന അവസ്ഥ. പോലീസ് ഓഫീസറെ സംബന്ധിച്ചിടത്തോളം ടൈം എന്ന് പറയുന്നത് അത് വളരെ അലേർട്ടായിരിക്കേണ്ടുന്ന ഒരു ജോലിയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. പിന്നെ ടൈമിനെ കുറിച്ച് ഞങ്ങൾക്കുള്ള ഒരു കോൺഷ്യസ്നെസ് കലണ്ടറുകളിലുള്ള ചുവപ്പും കറുപ്പും ഞങ്ങൾക്ക് വലിയ ബാധകമല്ല എന്നുള്ളതാണ്. നിങ്ങൾ കണ്ടില്ലേ, കലണ്ടറുകളിൽ നമ്മൾ പിന്നെ കാണുന്നത് പിന്നെ ചുവപ്പക്ഷരവും കറുപ്പക്ഷരവും. ചുവപ്പക്ഷരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്കൊക്കെ സന്തോഷം തോന്നുന്നത് എന്താണ്, ഹോളിഡേ ആണ് എന്നുള്ളത്. ഞങ്ങൾക്ക് കേരള നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഏതെങ്കിലും ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഈ ചുവപ്പും കറുപ്പാണ്. ചില ആളുകളൊക്കെ പറയും അത് ദുഃഖത്തിൻ്റെതാണെന്നൊക്കെ. പക്ഷെ ഞങ്ങൾ എപ്പോഴും 24/7 വർക്കിലാണെന്ന് കാണിക്കുന്നതാണ് ആ കറുപ്പ് 24 കാണിക്കുന്നത്. അപ്പൊ പോലീസിന് ബട്ട് അറ്റ് ദ സെയിം ടൈം പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഞാൻ പലപ്പോഴും കണ്ടിരിക്കുന്നത് എന്താ വെച്ചാൽ അവർ ഹൈലി അലേർട്ട് ആയിരിക്കും. ഏത് സമയത്തും അലേർട്ട് ആയിരിക്കും. അവരെ നിങ്ങളെ മറ്റെല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒരുപക്ഷെ നിങ്ങൾക്ക് കാണാൻ പോലും ഇപ്പം പറ്റില്ല. നിങ്ങൾ ഒരു ഓഫീസിൽ ചെന്നാൽ കാണില്ല. നിങ്ങൾ ഏതൊരു പോലീസ് സ്റ്റേഷനിൽ കയറി നോക്കൂ, അവിടെ ഉണർന്നിരിക്കുന്ന ഒരു 10 പേരെങ്കിലും നിങ്ങൾക്ക് ഈ അവസരത്തിൽ കാണാൻ പറ്റും. ദാറ്റ് മച്ച് അലേർട്ട് ഈസ് പോലീസ്. ബട്ട് ഒരു കുറെ കാര്യങ്ങൾ അതിനകത്ത് സംഭവിക്കാവുന്നത് പിന്നെ പേഴ്സണൽ ടൈം കുട്ടികൾക്ക് കൊടുക്കുന്നത് അല്ലെങ്കിൽ സ്പൗസസ് പിന്നെ മറ്റു വീട്ടിലുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ കുറച്ച് കുറഞ്ഞ് കുറയാനുള്ള സാധ്യത ഉണ്ടാറുണ്ട്. പക്ഷെ അവിടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു അല്പം സെൻസിബിൾ ആയിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ സമയത്തിന്റെ ക്വാണ്ടിറ്റിയേക്കാൾ ഉപരി കൊടുക്കുന്ന സമയത്തിന്റെ ക്വാളിറ്റിയെ നിശ്ചയിക്കുന്നവരാണ് ഒരു പരിധി വരെ ആ ഫാമിലി മാറ്റേഴ്സ് നന്നായി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഒരുപാട് ഉദ്യോഗസ്ഥന്മാർ വളരെ നന്നാക്കി ക്വാളിറ്റി ടൈമിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ക്വാണ്ടിറ്റി അല്പം കുറഞ്ഞാലും ചെയ്യുന്നവരുണ്ട്. ടൈം ഈസ് വെരി പ്രഷ്യസ്. How quickly reacting to a situation is so important as far as police job is concerned. സൗമ്യ ഗ്രേസ് ഷാജി രണ്ടുപേരോടുള്ള ക്വസ്റ്റ്യനും എക്സാക്ട്ലി ഇത് തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ഫൈൻഡ് ദ വർക്ക് ലൈഫ് ബാലൻസ്? എനിക്കാണ് സാറ് വിജയൻ സാർ ഇപ്പൊ ആൻസർ ചെയ്ത ഇത് തന്നെയാണ്. വിശ്വനാഥ് സാറും പറഞ്ഞു ഹൗ ഹി മാനേജസ് ഹിസ് വർക്ക് ലൈഫ് ബാലൻസ്. Life itself is a work, that is about there is no such difference. I didn't feel that as that is that's I'm very happy. I generally start with by around 5 o'clock early morning, and till by around 11:30, 12 I'll be, it's one way or other I'll be getting engaged in work. Some work is, most of the works are created by the department, some work created by the people, and the remaining work is created by me. കാരണം ഇത്തരം ആക്ടിവിറ്റി ഒക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ബട്ട് ഐ റിയലി എൻജോയ് ഇറ്റ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് ഇറ്റ്സ് എ പോലീസ് ജോബ് ഞാൻ കാണുന്നത് ഇറ്റ് ഗിവ്സ് ആംബിൾ ഓപ്പർച്യൂണിറ്റി ടു സെർവ് അതേഴ്സ്. ഓഫീസിനുള്ള ഒരു ഗുഡ് വിൽ എന്ന് പറയുന്നത്, ആൻഡ് ദാറ്റ് ഗിവ്സ് an ample opportunity and immense satisfaction also to those who are working with that one. അതിനെ ആ രീതിയിൽ കാണുകയാണെങ്കിൽ ഒരു സ്ട്രെസ് ആയിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വർക്ക് ലൈഫ് എന്നുള്ള ഒരു ഡിവിഷനെ കുറിച്ച് ചിന്തിക്കാൻ ഇതുവരെ ഐ ഡിഡ്ന്റ് ഗെറ്റ് മച്ച് ടൈം. എനിക്കറിയില്ല, നിങ്ങൾ ഇതേ ക്വസ്റ്റ്യൻ എൻ്റെ ഫാമിലിയിലെ കുട്ടികളോടോ അല്ലെങ്കിൽ വൈഫിനോടോ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ചിലപ്പം കുറച്ചും കൂടി ഡിഫറെന്റ് ആയിരിക്കുന്ന ഒരു ഒപ്പീനിയൻ ഉണ്ടാകാൻ സാധ്യത. ഹലോ സാർ, നമസ്കാരം. എൻ്റെ പേര് പൂർണിമ എന്നാണ്. ഞാൻ TMGHS പെരിങ്ങനാട് സ്കൂളിൽ നിന്നാണ് വരുന്നത്. അപ്പൊ സാറ് കലാം സാറിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ കലാം സാറിന്റെ ഒരുപാട് ബുക്കുകൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, സാർ ഒരു ദിവസം 16-18 മണിക്കൂർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ വായിച്ചതിൽ വെച്ച് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ടൈം യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് മനുഷ്യരിലെ ഒരാളാണ് കലാം സാർ. ആ സാറിന് അതിന്റെ ലൈഫിൽ അത് അച്ചീവ് ചെയ്യാനും പറ്റിയിട്ടുണ്ട്, അതിന്റെ ഗ്രേറ്റ്നെസ്. അപ്പൊ സാർ, എനിക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയ്ക്ക് ഇതുപോലെ ഇപ്പൊ ലോക്ക്ഡൌൺ ആണ്, വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ ഇതേപോലെ ടൈം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാൻ, ഒരു കൃത്യമായ അടുക്കും ചിട്ടിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനുഷ്യനാണല്ലോ, അപ്പം ഈ ഇമോഷണൽ ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ പലപ്പോഴും അത് ഫോളോ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരും. അപ്പൊ സാറിന്റെ എക്സ്പീരിയൻസിൽ അങ്ങനെയുള്ള സമയങ്ങൾ നമുക്ക് എങ്ങനെ മറികടന്ന് പിന്നെയും ആ ഒരു ഫോളോ അപ്പിലേക്ക് എത്താൻ പറ്റും എന്ന് പറഞ്ഞിരുന്നെങ്കിൽ. അല്ല, ഒരു പിന്നെ പാക്കേജ് ആൻസർ ഒന്നും ഇതിൽ ഇല്ലെങ്കിലും ആൾ ചോദിച്ചിരിക്കുന്ന ചോദ്യം വളരെ റിലവൻ്റ് ആണ്. ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തേക്കാൾ കൂടുതൽ, ഞാൻ പഠിച്ചിരുന്ന ഒരു കാലഘട്ടത്തേക്കാൾ ഡിസ്ട്രാക്ഷൻസ് കൂടുതലുള്ള ഒരു പീരീഡാണ് ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാലഘട്ടം. നിരവധി ചാനലുകളുണ്ട്, സോഷ്യൽ മീഡിയയിൽ അനവധി അക്കൗണ്ടുകൾ ഉണ്ടായിരിക്കാം, ആൻഡ് ദർ ആർ മെനി വേസ് ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ്.
പിന്നെ നമ്മൾ വീട്ടിന്റെ അകത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചില ഡിസ്ട്രാക്ഷൻസ്, ചില ആളുകൾക്ക് അത് ഡിസ്ട്രാക്ഷൻസ് ആയി തോന്നും, ചില ആളുകൾക്ക് പാരന്റ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് വാട്ട് ദേ ആർ ഡൂയിങ് മേ ബി റൈറ്റ്. കാരണം നിങ്ങളോട് പറയും വീട്ടിലെ കുറച്ച് ജോലി ചെയ്യാൻ പറയും, അതല്ലെങ്കിൽ വീട്ടിൽ ക്ലീൻ ചെയ്യുന്ന കാര്യം പറയും, അതല്ലെങ്കിൽ കുറച്ചുകൂടി അടുക്കും ചിട്ടയിൽ നിൽക്കണം എന്ന് പറയും, ടൈം വേസ്റ്റ് ചെയ്ത് പറയും. ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ എന്തായി തോന്നും, ഡിസ്ട്രാക്ഷൻ ആയി തോന്നി. പക്ഷെ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മൈൻഡിന്റെ മുകളിലുള്ള ഒരു കൺട്രോൾ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് ഒരു കാരണവശാലും മൈൻഡിന്റെ മുകളിലും ടൈമിന്റെ മുകളിലുള്ള കൺട്രോള് നമ്മൾ ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നല്ല, കണ്ടിന്യൂസ് പ്രാക്ടീസസ് ആണ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റിലേക്ക് എത്തിയില്ലെങ്കിലും ദർ വിൽ ബി എ ലോട്ട് ഓഫ് ഇംപ്രൂവ്മെന്റ്. നമ്മൾക്ക് ഇത്തരം ഡിസ്ട്രാക്ഷൻസ്, അല്ലെങ്കിൽ നമുക്കിപ്പം ഡിസ്ട്രാക്ഷൻസ് എന്ന് തോന്നുന്നത്, അതിനെ നമ്മൾ ഒന്ന് ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യുക, രണ്ട് ചിലത് ഇഗ്നോർ ചെയ്യുക. പക്ഷെ അതേസമയം തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിൽ നിരന്തരമായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളുടെ പതാഞ്ജലിയൊക്കെ യോഗശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇഫ് യു ഹാവ് എൻ ഗോൾ, എ ബിഗ് പ്രൊജക്ട് ഇൻ യുവർ മൈൻഡ്, ഓർ എ ഗ്രേറ്റർ ഗോൾ ഇൻ യുവർ മൈൻഡ്, ഈവൺ യുവർ ഡോർമെന്റ് സെൽഫ് സ്റ്റാർട്ട് ഫോർ ഫങ്ഷനിങ് ആണ്. നമ്മൾ മറ്റൊന്നിലേക്കുള്ള ശ്രദ്ധ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പോവില്ല. നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ട്രാക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത താരതമ്യം. ഹൗ സ്ട്രോങ് ആർ യുവർ ഗോൾ എന്നുള്ളതാണ്, ഹൗ സ്ട്രോങ് യുവർ പ്ലാൻ എന്നുള്ളതാണ്. നിങ്ങൾ വളരെ സോളിഡ് ആയിരിക്കുന്ന ഒരു പ്ലാൻ ഉണ്ടായിരിക്കുകയാണെങ്കിൽ ഇതിനെ ഒരു ഡിസ്ട്രാക്ഷൻ ആയിട്ട് കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ കുറച്ചും കൂടി സ്ട്രെങ്തൻ അവർ മൈൻഡ്, കുറച്ചും കൂടി സ്ട്രെങ്തൻ അവർ ഗോൾ, ഇതായിരിക്കാനുള്ള വഴി. പിന്നെ എല്ലാത്തിനെയും നമ്മളൊരു നെഗറ്റീവായി കാണേണ്ടതില്ല. നിങ്ങളുടെ ഏജിലൊക്കെ പലപ്പോഴും പാരന്റ്സും മറ്റു വീട്ടിൽ നിന്നൊക്കെ പറയുന്നതൊക്കെ ഒരു ഡിസ്റ്റർബൻസ് ആയി ഫീൽ ചെയ്യുമെങ്കിലും അതിലൊക്കെ ചില കാര്യങ്ങളൊക്കെ അവർ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ കാര്യമായിരിക്കുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കും നമ്മൾ മനസ്സിൽ വെക്കുന്നതാണ്. പക്ഷെ ഇപ്പം മനസ്സിലായില്ലെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് മനസ്സിലായി. ഹലോ ഹലോ സർ. ഹലോ സർ. യാ പ്ലീസ്. ഒരുപാട് ഹലോസ് വരുന്നുണ്ട്. ഹലോ സർ. അഞ്ജന ഗിരീഷ്, പേര് പറഞ്ഞിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറയൂ. അഞ്ജന. എന്റെ പേര് അഞ്ജന ഗിരീഷ്. ഞാൻ എറണാകുളം ഗേൾസ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ 9ാം ക്ലാസ്സിലാണ്. എന്റെ ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാൽ, ഭാവിയില് കോമ്പറ്റീറ്റീവ് എക്സാം, അതായത് IAS IPS അതുപോലുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസ് നമ്മൾ നേരിടുമ്പോൾ കുട്ടികളായി ഞങ്ങൾ ഇപ്പോഴേ അതിന് എങ്ങനെ ടൈം മാനേജ് ചെയ്യണം? ഇപ്പോഴേ നിങ്ങൾ ടൈം മാനേജ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ടൈമിന്റെ ഒരു റെസ്പെക്ട് ഉണ്ടായിരിക്കണം. ടൈം ഈസ് മോസ്റ്റ് പ്രഷ്യസ് എന്നുള്ള റിയലൈസേഷൻ. ടൈം മേക്സ് എവരിത്തിങ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു വലിയ സയന്റിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ഒരു സയന്റിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ സമയം ചെലവഴിക്കുന്നുണ്ടോ നോക്കുക. ഇഫ് യു വാണ്ട് ടു ബി എ ഗ്രേറ്റ് IAS ഓഫീസർ, ഒരു IAS എത്തിപ്പെടുക എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിനെ അച്ചീവ് ചെയ്യുന്ന രീതിയിലാണോ നിങ്ങളെ സമയം സ്പെൻഡ് ചെയ്യുന്നത്? പിന്നെ അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളിപ്പം ഈ APJ അബ്ദുൽ കലാം തന്നെ നമ്മളോട് പറഞ്ഞിട്ടില്ലേ, സ്വപ്നങ്ങൾ കാണുക എന്നുള്ളതാണ്, സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ടത്. അതിന്റെ കൂടെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കുന്നതിനുണ്ടെ ഉടനെ തന്നെ ഒന്നുകൂടി ചേർത്തിട്ടുണ്ട്, ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതല്ല സ്വപ്നങ്ങൾ, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നങ്ങൾ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്മള് എന്തിനു വേണ്ടിട്ട് ഒരു സമയത്ത് 24 മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ ആ സമയത്തിൽ നിങ്ങൾ എത്രമാത്രം ചുമ്മാ വേസ്റ്റ് ആക്കി കളയുന്നുള്ളൂ എന്ന് അറിയിക്കുക. ആദ്യം അതിനെ ഐഡന്റിഫൈ ചെയ്യുക. ആ വേസ്റ്റേജ് കുറയ്ക്കാൻ വേണ്ടി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏതൊരു ലക്ഷ്യമാണ് ഇടുന്നത് അതിനു വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളൂടെ ചിന്തിക്കുക. നിങ്ങളൊരു സിവിൽ സർവന്റ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് വേണ്ട എന്താ, നിങ്ങൾ ഈ നാട്ടിൽ നടക്കുന്ന, അപ്പം ഈ കോവിഡ് ഞാൻ പറഞ്ഞല്ലോ, കോവിഡിന്റെ പീരീഡിൽ എനിക്ക് ഒരു ദിവസം പത്രം വായിക്കാൻ തന്നെ ഒരു ദിവസം വേണം തോന്നാറ്, 3-4 വായിക്കാൻ. ഒരുപാട് നല്ല ആർട്ടിക്കിൾസ് വരാറുണ്ട്. ഇതെല്ലാം വായിക്കുന്നുണ്ടോ നിങ്ങൾ നോക്കുക. നിങ്ങൾ നല്ല TV-യിലുള്ള പ്രോഗ്രാംസ് കാണുന്നുണ്ടോ നോക്കുക. പുതിയ നല്ല പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ടോ നോക്കുക. ഇതിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരുപാട്, നിങ്ങൾ ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ടോക്സ് ഉണ്ടാവും, ടോക്ക് ഷോസ് ഒക്കെ ഉണ്ടാവും. അതിനൊക്കെ നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ നിങ്ങൾ ഇപ്പോഴേ സമയത്തെ മാനേജ് ചെയ്ത് പോവുകയാണെങ്കിൽ വിതൗട്ട് മച്ച് ഡിഫിക്കൽട്ടി ഓർ വിതൗട്ട് ഡിലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ എയിം ചെയ്യുന്നത് അതിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. രണ്ടുപേരോടുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ. ആര്യ നിർമ്മൽ J, SPC, വർക്കല ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂൾ. സർ, ഒരു ടൈം മെഷീൻ ലഭിക്കുകയാണെങ്കിൽ I think this is an interesting question. It's a question asking to which point in time in your life will you love to return if you get a time machine? Love to return means to go back to which moment in your life if you are given a time machine. The question by Arya Nirmal J. She is an SPC, Varkala government. ആരെങ്കിലും ഒന്ന് ചോദിക്കും. പ്രശ്നങ്ങളും ടൈമിനോടനുബന്ധിച്ചാണ് ചോദിക്കുന്നത്.
ഒരു മിനിറ്റ്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് വിൽ ടേക്ക് വൺ മോർ ക്വസ്റ്റ്യൻ. ഇത് രണ്ടുപേരോടുള്ളതാണ്. ഐ തിങ്ക് പ്രോബ്ലി ബോത്ത് ഓഫ് യു ക്യാൻ ആൻസർ ദിസ് പോയിന്റ്. ഹലോ സർ. ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, എൻ്റെ മനസ്സിൽ ഒരു ചിന്തകളും ഇല്ലാത്ത, ഞാൻ ഏറ്റവും ഒരു ചിന്തകളും ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ വളരെ സ്വസ്ഥമായിട്ട് മൈൻഡിനെ ഫ്രീ ആക്കിയിരിക്കുന്ന ഒരു പദ്ധതികളില്ലാതെ ഒരു ആക്ഷനും ഇല്ലാത്ത, അങ്ങനെ വളരെ സ്വച്ഛന്തമായിരിക്കുന്ന ഒരു സുഖത്തിൽ ഇരിക്കാനുള്ള സമയത്തെ കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ മോൾ മനസ്സിലാകാൻ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പൊ ഞാൻ അത്ര പറഞ്ഞോളൂ. വിശ്വനാഥ് സർ, to which moment in your life will you love to return if you are given a time machine? ആക്ച്വലി അത് വളരെ വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ, ടൈം മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്യൂച്ചറിലോട്ട് എന്തായാലും പോകാൻ പറ്റത്തില്ലോ. ഇപ്പൊ ടൈം മെഷീൻ ഇപ്പൊ പറഞ്ഞ അനുസരിച്ച് വിച്ച് മൊമെന്റ് യു ഡു ഗോ ബാക്ക്. പ്രശ്നം എന്താ വെച്ചാൽ, തിരിച്ചാ മൊമെന്റിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് ആ രീതിയിൽ ഒരു പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇപ്പൊ ഉദാഹരണത്തിന് സ്കൂൾ കാലത്തിലേക്ക് പോകണം എന്നുള്ളതായിരുന്നു എന്റെ ആഗ്രഹം എന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, സ്കൂൾ കാലത്തിലോട്ട് പോകുമ്പോൾ ആ സമയത്ത് ഏറ്റവും വലിയ ടെൻഷനുകളും പ്രഷറുകളും ആയിരുന്ന പരീക്ഷകളും ടീച്ചേഴ്സിന് ഉള്ള വഴക്കുകളും PT പീരീഡ് കിട്ടാത്തതിന്റെ വിഷമങ്ങളും അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ കളിക്കാൻ പോകാത്ത വിഷമങ്ങളും, എല്ലാ സമയത്തും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾ വലുതാണ്. റൂറൽ പോലീസ് മേധാവി എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങളും വലുതാണ്. മേ ബി ഞാൻ വിജയൻ സാറിന്റെ ലെവലിൽ എത്തുമ്പോൾ ഐ വുഡ് ചെറിഷ് മൈ ടെന്യൂർ SP. മേ ബി അതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്നുള്ളത് അന്ന് തോന്നുമായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഓൾ എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല, ടൈം ആക്ച്വലി ഒരു ഡയമെൻഷൻ ആണ്. അതിൽ കൂടെ നമ്മളിങ്ങനെ പോകുന്നുള്ളൂ. ഓർമ്മകളായി വർക്കാനാണെങ്കിൽ യെസ്, ബാല്യം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പക്ഷെ തിരിച്ചു പോകുക താല്പര്യം. ഐ എം ഷുവർ നമുക്ക് ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ നമ്മൾ വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. സോ രഞ്ജിത്ത്, പ്രോബ്ലി സർ, വിജയൻ സർ, can we take one more question? ഹലോ സർ. ഒരു ക്വിക്ക് ക്വസ്റ്റ്യൻ കൂടെ നടത്തിയിട്ട് we will probably wind this up session. This is a wonderful session. എല്ലാവരും നല്ലോണം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ. Sir. Yes, please. Sir, I am from Thrissur city and Sir English school. I am Abdul Bais. Yeah, please. സാർ, എനിക്ക് ചോദിക്കാനുള്ളത് രണ്ട് സാറുമാരോടാണ്. ഹലോ സാർ. എല്ലാ പ്രശ്നങ്ങളും ടൈമിനെ ബ്ലെയിം ചെയ്യുന്നവരോട് സാറിന് എന്ത് അഡ്വൈസ് ആണ് പറയാനുള്ളത്? പ്ലീസ്, ഓൺലി വൺ പേഴ്സൺ. ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആള് മാത്രം പറയും, കാരണം ഒരു ക്രോസ് ടോക്ക് വരില്ല. പ്ലീസ്. അബ്ദുൽ ബൈസ് സാർ. അബ്ദുൾ, can you repeat it please? സാർ, ലൈഫിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളും ടൈമിന്റെ കാരണമാണെന്ന് ബ്ലെയിം ചെയ്യുന്നവരോട് സാറിന് എന്താണ് പറയാനുള്ളത്? ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ടൈമിന്റെ പ്രശ്നങ്ങളാണെന്നല്ല, പക്ഷെ ജീവിതത്തിൽ എല്ലാ അച്ചീവ്മെന്റ്സും ടൈം മാനേജ്മെന്റിലായിരിക്കുന്ന ഞാൻ പറഞ്ഞു. കാരണം നമ്മൾ ഓരോരോ ആംഗിൾ എടുത്ത് നോക്കാം. നമ്മൾ സമയത്തിന്റെ ആംഗിൾ എടുത്ത് നോക്കാം, ആറ്റിറ്റ്യൂഡിന്റെ ആംഗിൾ എടുത്ത് നോക്കാം, നമ്മളുടെ വേരിയസ് ഇഷ്യൂസിലെടുത്ത്. ഞാൻ എടുക്കുന്നത്, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു ടോപ്പിക് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, സമയം എന്നുള്ള ഏതെങ്കിലും ഒരുപാട് ഇഷ്യൂസ്, ഒരു കാര്യത്തിന് തന്നെ ഡിഫറെന്റ് ആംഗിൾസ് ഉണ്ടാവും. പക്ഷെ സമയം എന്ന് പറയുന്നതാണ് ഒരു പക്ഷേ ഇതിൽ ഏറ്റവും പ്രോമിനന്റ് ആയിരിക്കുന്നത്. സമയത്തെ, ഞാൻ പറഞ്ഞ ടൈം മാനേജ്മെന്റിനേക്കാൾ കൂടുതൽ സമയത്തെ കുറിച്ചുള്ള ബോധമാണ് അതിന്റെ ഏറ്റവും പ്രധാനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, സമയമാണ് ഏറ്റവും പ്രധാനം എന്ന് മനസ്സിലാക്കണമെങ്കിൽ പാലിയേറ്റീവ് കെയർ യൂണിറ്റുകളിൽ ഒന്ന് വിസിറ്റ് ചെയ്യാം. സ്വാന്തന ചികിത്സ കേന്ദ്രം, അതായത് ചിലർക്ക് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല, പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സ് എന്ന് പറയുന്നത് മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ സ്വാന്തന ചികിത്സക്ക് വേണ്ടി, വേദന ഇല്ലാതെ മരിക്കുന്നതിന് വേണ്ടി ചേർക്കുന്ന സ്ഥലങ്ങളാണ് ഏറ്റവും കൂടുതൽ. അവിടെ പരിചരണം എന്ന് പറഞ്ഞത് ട്രീറ്റ്മെന്റ് അല്ല, ബേസിക്കലി പെയിൻ കില്ലേഴ്സും മറ്റും കൊടുത്തിട്ട് വേദന സംഹാരികളിലൂടെ ദിവസങ്ങൾ തള്ളി നിൽക്കാറുണ്ട്. ഒരാഴ്ച, 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസം സമയം മാത്രം അനുവദിച്ചിരിക്കുന്ന, ജീവിതത്തിൽ അവസാനിച്ചിരിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് നിങ്ങൾ അവരെടുത്ത് ചോദിക്കുക, നിങ്ങൾക്ക് എന്താണ് ഇനി ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് കേൾക്കാം. നിങ്ങൾക്ക് വേദനയില്ലാത്ത ഒരു 10 ദിവസവും കൂടി എനിക്ക് തന്നിരുന്നെങ്കിൽ ഞാൻ ലോകത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് അവർ പറയും. അതിലൊന്നും പലതും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളായിരിക്കില്ല. ലോകത്തിൽ എനിക്കൊരു 10 ദിവസവും കൂടി വേദനയില്ലാത്ത, അല്ലെങ്കിൽ എനിക്കൊരു 6 മാസം കൂടി ജീവിതം എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ, 1 വർഷം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് ഞാൻ പലരോടും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ നമ്മളൊക്കെ ജീവിതത്തിന്റെ വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ, നമ്മൾ കാണുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നിസ്സാരമാണെന്ന് അറിയണമെങ്കിൽ, ഇത്തരത്തിലുള്ള ആളുകൾ എടുത്തു പോയിട്ട് നിങ്ങളുടെ മുമ്പിൽ കടല് പോലെ ജീവിതം കിടക്കുന്നുണ്ട്. കടലൊക്കെ വറ്റിപ്പോവും കുറെ കഴിയുമ്പോൾ, നമ്മളിങ്ങനെ ദുരുപയോഗം ചെയ്തു പോവുക.
ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു 10, 50, 60, 70, 80 കൊല്ലം പോകുന്ന അറിയില്ല. മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ജീവിതം അവസാനിക്കാൻ പോകുന്നു എന്ന് കരുതുന്നവൻ ജീവിതത്തെ എങ്ങനെ കാണുന്നു നോക്കുക. അങ്ങനെ കാണുന്ന സമയത്ത് അവർ കാണുന്ന സമയമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് 10 ദിവസം തരുമോ, 20 ദിവസം തരുമോ, 30 ദിവസം തരുമോ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വലിയ ഗുണം, അല്ലെങ്കിൽ നമ്മളെ മുമ്പിലിരിക്കുന്ന മുതിർന്നവരില്ലാത്തവരിയ്ക്കുന്ന ഒരു കാര്യം, കുറെ കൂടി നല്ല ഒരു സമയം ഈ വേദനകളൊന്നും ഇല്ലാത്ത നമ്മുടെ മുമ്പിലിരിക്കുന്നു. 10 ദിവസം യാചിക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് ആളുകൾ കിട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ, നമ്മുടെ മുമ്പിൽ ആയിരക്കണക്കിന് ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ആ ആർത്തിയോട് കൂടിയിട്ട് ഈ ജീവിതത്തെ കാണുന്നുണ്ടോ എന്നല്ല, ആ സമയത്തെ കാണുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ജീവിതം എന്ത് മനോഹരമായി തീരുമെന്ന് നിങ്ങൾ അറിയും. ഈ നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മൾ ഇന്ന് പറഞ്ഞില്ലേ, ഇപ്പം ഈ ലോകത്തിൽ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 3 ലക്ഷം പേര് ഒരു ദിവസം പട്ടിണി കൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മരിക്കുന്നതാണ്. 3-4 ലക്ഷം പേര് പട്ടിണി കൊണ്ട് മരിക്കുന്നുള്ളതാണ്. പലയിടത്തും തന്നെ നിങ്ങൾക്കറിയില്ലേ, റെയിൽവേ സ്റ്റേഷനുകളിലൊക്കെ ഭക്ഷണം പിടിച്ച് പറിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മോഷ്ടിച്ചു കൊണ്ടുപോകുന്നതും പിടിവലി കൂടുന്ന അവസ്ഥയിലൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ചുറ്റുവട്ടിരിക്കുന്ന ആളുകൾക്ക് കൂടി സഹായകരമാകുന്ന രീതിയിൽ നമ്മളുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരാളുടെ മുഖത്ത് സന്തോഷം ഉണ്ടാക്കാൻ, ഒരു കണ്ണിൽ പ്രകാശം പരത്താൻ നമുക്ക് പറ്റുകയാണെങ്കിൽ, അങ്ങനെ നമ്മളെ ജീവിതത്തെയൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പോഴൊക്കെ നമുക്ക് പറ്റുന്ന ഒരു കാര്യം എന്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സമയം എന്ന് പറയുന്നത്, സമയത്തിന്റെ ലഭ്യത, സമയം നമ്മൾ മുമ്പിലുള്ളത് വളരെ വലിയൊരു അനുഗ്രഹമാണെന്നുള്ള പ്രശ്നങ്ങൾ, ഒരുപാട് കാരണങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ പ്രശ്നങ്ങളൊക്കെ ഈ ഒരു പോയിന്റിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളല്ലാതെ ആയിത്തീരും എന്നാണ് എന്റെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്. താങ്ക് യു ആനന്ദ്, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്. Ranjit will probably wind up this session. Thank you so much, Vijayan sir. Thank you so much, Vishwan. എന്ത് രസമായിട്ടാണ് നമുക്കൊരു 1.5 മണിക്കൂർ അസലായിട്ട് നമ്മളെല്ലാവരും സ്പെൻഡ് ചെയ്തു. വളരെ സന്തോഷമുണ്ട് കുട്ടികളുടെ പേരൻസും കൂടെ ഇരുന്നിട്ട് ഇത്ര ഫോളോ ചെയ്തത്. ഇവര് രണ്ടുപേരും പറഞ്ഞതുപോലെ ടൈം ബ്രിങ്സ് യു എവറിത്തിങ് ആൻഡ് ടൈം ഹീൽസ് എവറിത്തിങ്. നമ്മൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് സമയം നമ്മുടെ മുമ്പിൽ കൊണ്ടുതരും എന്ന് പറഞ്ഞ പോലെ. ഫെയിലിംഗ് ടു പ്ലാൻ ഇസ് പ്ലാനിങ് ടു ഫെയിൽ, ഫെയിലിംഗ് ടു പ്ലാൻ ഇസ് പ്ലാനിങ് ടു ഫെയിൽ എന്ന ഒരു വാക്യം പറഞ്ഞുകൊണ്ടുകൂടി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ദി സെക്കൻഡ് എഡിഷൻ, നമ്മുടെ പോസ്റ്റിന്റെ സെക്കൻഡ് എഡിഷന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്നിവിടെ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ വിജയൻ സർ, നമ്മുടെ ലെജൻഡ് ആയിരിക്കുന്ന വിജയൻ സാറും, ദ ഫേസ് ഓർ ദ ഫ്യൂച്ചർ ഓഫ് കേരള പോലീസ് എന്ന് നമുക്ക് പറയാമെങ്കിൽ വിശ്വനാഥ്. താങ്ക് യു സോ മച്ച് രണ്ടുപേരോടും ഫോർ യുവർ ഗ്രേറ്റ് ആൻഡ് വാല്യുബിൾ ടൈം. ഇനി അടുത്ത ആഴ്ച സെയിം ടൈം കാണാം വിത്ത് അനദർ വെരി ഇമ്പോർട്ടന്റ് ആൻഡ് റെലവന്റ് ടോപ്പിക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു ടു ഓൾ സർ. അടുത്ത ടോപ്പിക് രഞ്ജിത്ത്, അബൌട്ട് ദി സേഫ് ആൻഡ് ഇഫക്റ്റീവ് യൂസ് ഓഫ് സൈബർ സ്പേസ് ആണ്. കാരണം എങ്ങനെയാണ് ഏറ്റവും നന്നാക്കി ഈ സമയത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ഡിജിറ്റൽ വേൾഡ് ആണ് ന്യൂ വേൾഡ് എന്ന് പറയുന്നത്. അതിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർ നല്ല രീതിയിൽ എത്തിപ്പെടും, നല്ല രീതിയിൽ അല്ലാത്തവർ ഉപയോഗിച്ചാൽ വലിയ പ്രയാസത്തിലെത്തും. എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഉള്ള കുറെ അതിൽ വിദഗ്ധന്മാരായിരിക്കുന്ന ആളുകൾ ഒരു പാനൽ ഡിസ്കഷൻ. കൂടുതൽ പേരും ഫേസ്ബുക്കിൽ ശ്രമിക്കുക. കാരണം ഈ സൂം കണക്ടിവിറ്റി Good night, sir. Thank you.